السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله والصلاة والسلام على رسول الله وعلى آله وأصحابه أجمعين. ما بعد، فنسأل الله تبارك وتعالى أن يمن علينا بالعلم النافع والعمل الصالح وأن يرزقنا الإخلاص في القول والعمل. സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ കൂടിയിരുത്തം നാളെ നമുക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ പ്രതിഫലമായി മാറ്റുമാറാകട്ടെ. നമ്മൾ മനസ്സിലാക്കിയതുപോലെ ലോകത്തുള്ള എല്ലാ മനുഷ്യന്മാരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് ഈ ദുനിയാവിൽ സൗഭാഗ്യത്തോടു കൂടി ജീവിക്കുക എന്നുള്ളത്. എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, എന്താണ് യഥാർത്ഥത്തിൽ സൗഭാഗ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. സൗഭാഗ്യം എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ പ്രശ്നങ്ങളിൽ നിന്നൊക്കെ ഒഴിഞ്ഞു നിൽക്കുക എന്നതല്ല. പല ആളുകളും പറയുന്നതായി കാണാം, യഥാർത്ഥ സൗഭാഗ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീവിതത്തിൽ പ്രയാസങ്ങളും പ്രശ്നങ്ങളും അതൊന്നുമില്ലാതിരിക്കുക, കുഴപ്പങ്ങളും പ്രതിസന്ധികളും ഒന്നുമില്ലാതെ നല്ല രൂപത്തിൽ ജീവിക്കുക എന്നതാണ് യഥാർത്ഥ സൗഭാഗ്യം എന്ന് ചില ആളുകൾ പറയുന്നതായി കാണാം. ഈ ഒരു ചിന്തയാണ് അധിക ആളുകൾക്കും സങ്കടമുണ്ടാക്കുന്നത്. അഥവാ പ്രശ്നങ്ങൾ പാടില്ല, പ്രയാസം പാടില്ല, അതുപോലുള്ള കാര്യങ്ങളൊന്നും ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല എന്ന ചിന്തയാണ് പല ആളുകളും അവർക്ക് സങ്കടമുണ്ടാകാനുള്ള കാരണം. ഒരാൾക്കും സൗഭാഗ്യവാനാകാൻ കഴിയുകയില്ല. അതല്ല എങ്കിൽ പ്രശ്നമില്ലാതിരിക്കുമ്പോൾ മാത്രമാണ് സൗഭാഗ്യമുണ്ടാവുക എന്ന ചിന്തയാണ് പല ആളുകൾക്കും. പക്ഷേ നമ്മൾ സ്വന്തത്തോടും അത് പറയുന്ന ആളുകളോടും ചോദിക്കേണ്ട ചോദ്യം, ഒരു പ്രയാസവും പ്രശ്നവും ഇല്ലാതെ ആർക്കെങ്കിലും ജീവിതം അത് മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ സാധിക്കുമോ എന്നുള്ളതാണ്. ആർക്കെങ്കിലും സാധിക്കുമോ? ഒരാൾക്കുമില്ല. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ലഖദ് ഖലഖനൽ ഇൻസാന ഫീ കബദ്. തീർച്ചയായും മനുഷ്യനെ നാം പടച്ചിട്ടുള്ളത് ക്ലേശം സഹിക്കേണ്ട നിലയിലാകുന്നു. എന്താണ്? പ്രയാസം സഹിക്കേണ്ടവനായ നിലയിലാണ് നാം മനുഷ്യരാശിയെ പടച്ചിട്ടുള്ളത് എന്നുള്ളത് അള്ളാഹു പറയുന്നു. അപ്പൊ സഹോദരങ്ങളെ, നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, അള്ളാഹു ജീവിതത്തിന്റെ ഭാഗമായി നിശ്ചയിച്ച കാര്യമാകുന്നു ജീവിതത്തിൽ പ്രയാസങ്ങളും പ്രശ്നങ്ങളും കുഴപ്പങ്ങളും ഉണ്ടാവുക എന്നത്. ഇത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. ജീവിതമാണെങ്കിൽ പ്രയാസമുണ്ടാകും, പ്രശ്നങ്ങൾ ഉണ്ടാകും, പ്രതിസന്ധികൾ ഉണ്ടാകും. ഇത് അള്ളാഹുവിന്റെ കൗനിയായതും അതുപോലെ തന്നെ ശറഈയായതും, അഥവാ അള്ളാഹു പ്രാപഞ്ചികമായും അതുപോലെ തന്നെ അവന്റെ ദീനീപരമായും നിശ്ചയിച്ച ഒരു ചര്യയാണിത്. അങ്ങനെയെങ്കിൽ നാം മനസ്സിലാക്കേണ്ട കാര്യം എന്താണ്? ജീവിതത്തിൽ പ്രയാസമില്ലാതിരിക്കുക എന്നതല്ല യഥാർത്ഥ സൗഭാഗ്യം. ഇത് നമ്മൾ ആദ്യം മനസ്സിലാക്കുക. കാരണം നമുക്ക് ഏറ്റവും കൂടുതൽ അതല്ല എങ്കിൽ നമ്മുടെ ജീവിതത്തിൽ റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മളോട് ആരെ പിൻപറ്റാനാണ് പറഞ്ഞിരിക്കുന്നത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. ധാരാളം ആയത്തുകൾ നമുക്ക് അറിയുന്നതാണ്. ആയത്തുകൾ നമ്മൾ ഹിഫ്ള് ചെയ്ത ആളുകളാണ്. എന്നാൽ ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം നമ്മളൊന്ന് പരിശോധിച്ച് നോക്കുക. റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കപ്പെട്ടു, അയ്യുന്നാസി അശദ്ദു ബലാഅൻ. ജനങ്ങളുടെ കൂട്ടത്തിൽ വെച്ച് ഏറ്റവും കൂടുതൽ പരീക്ഷണങ്ങളും പ്രയാസങ്ങളും ഉണ്ടാവുക ആർക്കാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചപ്പോൾ അവിടുന്ന് പറഞ്ഞ കാര്യം എന്താണ്? ഖാലൽ അംബിയ. ഒന്നാമതായി ഏത് ആളുകൾക്കാണ്? അംബിയാക്കന്മാർക്കാണ്. സുമ്മൽ അംസലു ഫൽ അംസൽ. പിന്നീട് അതുപോലെ ജീവിക്കുന്ന ആളുകൾക്ക്, പിന്നീട് അതുപോലെ ജീവിക്കുന്ന ആളുകൾക്ക്. അപ്പോൾ സഹോദരങ്ങളെ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ജനങ്ങളിൽ വെച്ച് വലിയ വലിയ പരീക്ഷണങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ട്. നമുക്ക് നോക്കാം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം നമുക്കൊന്ന് പരിശോധിച്ചു നോക്കാം. അവിടുന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലം പനി വരികയാണെങ്കിൽ നമ്മുടെ കൂട്ടത്തിൽ 2 പേർക്ക് പനി വന്നാൽ എങ്ങനെയായിരിക്കും? ആ അവസ്ഥയിലാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പനി വരികയാണെങ്കിൽ
നമ്മുടെ കൂട്ടത്തിലെ രണ്ടാളുകൾക്ക് എങ്ങനെയാണോ പനി വരിക ആ രൂപത്തിലാണ്. അത് മാത്രമാണോ? അടുത്ത കാര്യം നോക്കൂ. അവിടുന്ന് 2-3 മാസം കടന്നു നീങ്ങും, വീട്ടിലെ അടുപ്പ് പുകയാത്ത അവസ്ഥയിൽ. നമ്മൾ ആലോചിച്ച് നോക്കുക, 2-3 മാസം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീട്ടിലെ അടുപ്പ് പുകയാത്ത നിലയിൽ അവിടുന്ന് കടന്നു നീങ്ങും. അവിടുന്ന് വയറ്റിൽ 2 കല്ലുകൾ കെട്ടിയിരുന്നു പട്ടിണി കാരണത്താൽ. അതുപോലെ തന്നെ അവിടുന്ന് പായയിൽ കിടന്നത് കാരണത്താൽ ശരീരത്തിൽ പാട് വീണിരുന്നു. നമുക്കറിയുന്ന സംഭവമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പായയിൽ കിടന്ന നേരത്ത് അവിടുന്ന് ആ പായയുടെ അടയാളം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പുറംഭാഗത്തുണ്ടായത് നമുക്കറിയുന്നതാണ്. അത് മാത്രമാണോ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്ത് അവിടുത്തെ കൺമുന്നിൽ വെച്ചുകൊണ്ട് മരണപ്പെട്ടിരുന്നു. ഇതൊക്കെ പ്രയാസം ഉണ്ടാക്കുന്ന കാര്യമാണ്. നമ്മൾ മനസ്സിലാക്കിയതുപോലെ പല ആളുകളും കരുതി വെച്ചിരിക്കുന്നത് എന്താണ്? സൗഭാഗ്യം എന്ന് പറഞ്ഞാൽ പ്രയാസമില്ലാതിരിക്കുക എന്നുള്ളതാണ്. പക്ഷെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം നോക്കൂ. ഇനി ഇത് മാത്രമാണോ? സ്വന്തം നാട്ടിൽ നിന്ന് പുറത്താക്കി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ. അവിടുത്തെ മക്കളെല്ലാവരും അവിടുന്ന് ജീവിച്ചിരിക്കുന്ന സമയത്ത് തന്നെ മരണമടഞ്ഞിരുന്നു, ഒരാളൊഴികെ. ഫാത്തിമ റളിയല്ലാഹു അൻഹ അവിടുന്ന് സിഹർ ബാധിച്ചിരുന്നു. സുബ്ഹാനല്ലാഹ്. അവിടുന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സിഹർ ബാധിച്ചിരുന്നു. അതുപോലെ തന്നെ അവിടുത്തെ പ്രിയ പത്നിയായ ആയിഷ, നമ്മുടെ ഉമ്മ ആയിഷ റളിയല്ലാഹു അൻഹയ്ക്കെതിരെ വ്യഭിചാരാരോപണം ഉന്നയിക്കപ്പെട്ടിരുന്നു. ഇതൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് അല്ലെങ്കിൽ റസൂലിന്റെ ജീവിതത്തിൽ ഉണ്ടായ കാര്യമാണ്. ഇതൊക്കെ ഉണ്ടായിട്ടും അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അനുഗ്രഹമായി എടുത്തു പറയുന്നു അവിടുത്തെ ഹൃദയത്തെ പറ്റി. അവിടുത്തെ ഹൃദയം സൗഭാഗ്യത്തിലായിരുന്നു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പറഞ്ഞു തരുന്നു. അലം നശ്റഹ് ലക സദ്റക, റസൂലേ, അങ്ങേക്ക് നാം അങ്ങയുടെ ഹൃദയം വിശാലമാക്കി തന്നില്ലേ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുകയാണ്. ഈ പ്രയാസങ്ങളെല്ലാം ഉണ്ടായിരിക്കെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഹൃദയം വിശാലമാക്കി കൊടുത്തു. സൗഭാഗ്യവാനായ ജീവിതം റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് നയിച്ചു. ഇനി സഹോദരങ്ങളെ, ഈ കാര്യങ്ങളൊക്കെ നമുക്ക് നൽകുന്ന പാഠം യഥാർത്ഥ സൗഭാഗ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നങ്ങൾ ഇല്ലാതിരിക്കുക എന്നതല്ല. ഇത് ആവർത്തിച്ച് പറയാനുള്ള കാരണം, പല ആളുകളോടും സംസാരിച്ചു കഴിഞ്ഞാൽ അവർ പറയുന്ന കാര്യം എന്താണ്? പ്രയാസാണ്. എന്താണ് പ്രയാസം ചോദിച്ചാൽ ഇതിനേക്കാൾ താഴെയുള്ളതാണ്. വീടുണ്ടാകും, 3 നേരം ഭക്ഷണം കഴിക്കുന്നുണ്ടാകും, മക്കളുണ്ടാവും, വണ്ടി ഉണ്ടാകും, ജോലി ഉണ്ടാകും, എന്നാലും ചോദിച്ചാൽ എന്താണ്? പ്രയാസാണ് എന്ന് പറയുന്ന ആളുകൾ. എന്താണ് ഇതിനുള്ള കാരണം? ഇവർ ചിന്തിച്ചു വെച്ചിരിക്കുന്ന കാര്യം എന്താണ്? ഈ രൂപത്തിലാണ് യഥാർത്ഥ സൗഭാഗ്യം എന്നുള്ളതാണ്. ഇനി സഹോദരങ്ങളെ, നമ്മൾ മനസ്സിലാക്കിയതുപോലെ തന്നെ പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കലല്ല സൗഭാഗ്യം, നേരെ തിരിച്ചാണ്. ജീവിതം അതിന്റെ പ്രകൃതിയിൽപ്പെട്ട കാര്യമാണ് പ്രയാസങ്ങൾ ഉണ്ടാവുക എന്നത്. ഇനി ഈ പ്രശ്നങ്ങൾക്കിടയിലും മനസ്സമാധാനവും റാഹത്തും നമുക്ക് കണ്ടെത്താൻ സാധിക്കും. നമുക്ക് മനസ്സമാധാനം കണ്ടെത്താൻ സാധിക്കും. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞതുപോലെ, പ്രശ്നങ്ങളും പ്രയാസങ്ങളും സന്തോഷവും സങ്കടങ്ങളുമെല്ലാം ഏതുപോലെയാണ്? ചൂടും തണുപ്പും ഒക്കെ സഹിക്കുന്നത് പോലെയാണ്. ചൂടും തണുപ്പും സഹിക്കുന്നത് പോലെയാണ്. ഇത് മനുഷ്യന്റെ ജീവിതത്തിലൂടെ കടന്നു പോവുക എന്നത് അനിവാര്യമായ കാര്യമാണ്. പ്രയാസങ്ങളും പ്രശ്നങ്ങളും സന്തോഷവും ആഹ്ലാദവും എല്ലാം നമ്മൾ ചൂടും തണുപ്പും എങ്ങനെ സഹിക്കുന്നുവോ അതുപോലെ നമ്മുടെ ജീവിതത്തിൽ കൂടി കടന്നു പോകും, യാതൊരു സംശയവുമില്ല. ഈ ഒരു കാര്യം ഒരാൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ ബാക്കിയുള്ള കാര്യങ്ങൾ അവന് എളുപ്പമാകും. നമ്മൾ ഈ പറഞ്ഞ കാര്യം, എന്തായാലും ജീവിതത്തിൽ പ്രശ്നം ഉണ്ടാവും എന്നൊരാൾ യഖീനോടുകൂടി, ഉറച്ച വിശ്വാസത്തോടുകൂടി അവന്റെ ഹൃദയത്തിൽ അവൻ കുറിച്ചു വെച്ചു കഴിഞ്ഞാൽ ഇനിയുള്ള കാര്യങ്ങൾ എന്താകും? അവന് എളുപ്പമുള്ളതായി മാറും. നമ്മൾ നല്ലവണ്ണം മനസ്സിലാക്കേണ്ട കാര്യം, സൗഭാഗ്യത്തിന്റെ ഇനങ്ങൾ അതല്ലെങ്കിൽ വ്യത്യസ്ത രൂപത്തിലാണ് ജനങ്ങൾ സൗഭാഗ്യത്തെ കണക്കാക്കുന്നത്. ആദ്യം നമുക്ക് സൗഭാഗ്യം അതിന്റെ സമയത്തെ പരിഗണിച്ച് 2 രൂപത്തിൽ വേർതിരിക്കാം. ഒന്നെന്താണ്? സഅദത്തുൻ ദുനിയവിയ, ദുനിയാവിൽ നമുക്ക് ലഭിക്കുന്ന സൗഭാഗ്യം അല്ലെങ്കിൽ ആനന്ദം. രണ്ടാമത്തേതോ സഅദത്തുൻ ഉഖ്റവിയ, നമുക്ക് ആഖിറത്തിൽ ലഭിക്കുന്ന സൗഭാഗ്യം. ഒന്നാമത്തേത് എല്ലാ ആളുകൾക്കും ലഭിക്കുന്നതാണ്, സഅദത്തുൻ ദുനിയവിയ എന്നുള്ളത്. അഥവാ
അതെല്ലാ ആളുകൾക്കും ആസ്വദിക്കാൻ സാധിക്കും. അള്ളാഹു പറയുകയാണ്, വഫരിഹൂ ബിൽ ഹയാത്തി ദുനിയ, അവർ ഇഹലോക ജീവിതത്തിൽ സന്തോഷമടഞ്ഞിരിക്കുന്നു. ഇതെല്ലാവർക്കും ലഭിക്കുന്നതാണ് ദുനിയാവിലെ സൗഭാഗ്യം എന്നുള്ളത്. അപ്പോൾ ഒരു അവിശ്വാസിയായാലും ശ്രദ്ധിക്കുക, ഒരു അവിശ്വാസിയായാലും കള്ളു കുടിക്കുന്നവനാകട്ടെ തിന്മ ചെയ്യുന്നവനാകട്ടെ അവനും സൗഭാഗ്യം ലഭിക്കും. ഇൻഷാ അല്ലാഹ് വിശദീകരിക്കാം അതെങ്ങനെയുള്ള സൗഭാഗ്യമാണ് എന്നുള്ളത് നമുക്ക് വിശദീകരിക്കാം. എന്നാൽ ഒന്നാമത്തേത് ഏതാണ് പറഞ്ഞത്? സആദത്തുൻ ദുന്യവിയ. രണ്ടാമത്തേത് ഏതാണ്? സആദത്തുൻ ഉഖ്റവിയ. അല്ലാഹു പറയുകയാണ്, വഅമ്മല്ലദീന സുഇദു ഫിൽ ജന്ന ഫഫിൽ ജന്ന, എന്നാൽ സൗഭാഗ്യം ലഭിച്ച ആളുകൾ അവർ സ്വർഗത്തിലായിരിക്കും എന്ന് അല്ലാഹു പറയുന്നു. ഇവരാണ് പരലോകത്ത് സൗഭാഗ്യം നേടിയ ആളുകൾ. ഇനി സഹോദരങ്ങളെ, നമുക്ക് മറ്റൊരു രൂപത്തിൽ ഇതിനെന്ത് ചെയ്യാം, ഒന്നുകൂടി വിശദീകരിക്കാം. അഥവാ സആദത്തുൽ ലഹ്ദിയ എന്നാണ്. സആദത്തുൽ ലഹ്ദിയ, നൈമിഷികമായ ആനന്ദം കണ്ടെത്തുന്ന ആളുകൾ. അവർ ചെയ്യുന്ന കാര്യം കൊണ്ട് വളരെ ചെറിയ സമയത്ത് മാത്രമേ അവർക്ക് എന്ത് ചെയ്യാൻ സാധിക്കുകയുള്ളൂ, ആ ഒരു സൗഭാഗ്യം അല്ലെങ്കിൽ ആനന്ദം കണ്ടെത്താൻ സാധിക്കുകയുള്ളൂ. എന്താണ് ഇതിനുള്ള ഉദാഹരണം? പലതും കാണുന്ന ആളുകൾ പല കാര്യങ്ങളും അവർ ജീവിതത്തിൽ എന്ത് ചെയ്യുന്നുണ്ട്, അത് കാണുന്നുണ്ട്. അത് കണ്ടുകൊണ്ട് എന്ത് ചെയ്യാണ്, അവർ ആസ്വദിക്കുകയാണ്. ഏതും നമുക്ക് എടുക്കാം, ഓരോ കാര്യങ്ങൾ എടുക്കാം, സിനിമ ആയിക്കോട്ടെ, അതുപോലെ തന്നെ ഏതേത് കാര്യങ്ങളും അവർ അത് കാണുന്നതിലൂടെയാണ് ആനന്ദം കണ്ടെത്തുന്നത്. ഈ ആനന്ദം ഏതുവരെയാണ് ഉണ്ടാവുക? അവർ ആ കാര്യം കാണുന്നത് വരെ. അത് കണ്ടു കഴിഞ്ഞാലോ അവർക്ക് പിന്നീട് എന്തില്ല, ആ ഒരു മനസ്സമാധാനവും സൗഭാഗ്യവും കണ്ടെത്താൻ സാധിക്കുന്നില്ല. അതുപോലെ തന്നെയാണ് വേറെ എന്താണ്, പലതും കേൾക്കുന്ന ആളുകൾ. അവരോ ഈ പറഞ്ഞതുപോലെ ആ കാര്യം കേട്ട് കഴിഞ്ഞാൽ അവർക്ക് എന്തുണ്ടാവുകയുള്ളൂ, ആനന്ദം ഉണ്ടാവുകയുള്ളൂ. അത് അവസാനിച്ചാലോ അവരുടെ അവസാനം അല്ലെങ്കിൽ ആനന്ദം അവസാനിച്ചു. ഇതാണ് സആദത്തുൽ ലഹ്ദിയ. ഇതുപോലെ തന്നെ ഭക്ഷണം, അതുപോലെ തന്നെ ഈ രൂപത്തിലുള്ള കാര്യങ്ങളൊക്കെ, അതിൽ ആനന്ദം കണ്ടെത്തുന്ന ആളുകളുടെ ആനന്ദം ഏത് രൂപത്തിലായിരിക്കും? ഈ പറഞ്ഞതുപോലെ അത് ഉപയോഗിക്കുന്ന നേരത്ത് മാത്രം. അത് കഴിഞ്ഞാലോ പിന്നീട് അവർക്ക് ആ രൂപത്തിൽ സൗഭാഗ്യം അത് കണ്ടെത്താൻ സാധിക്കുകയില്ല. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, അത്ഭുതകരമായ കാര്യം എന്തെന്നാൽ, ഭൂമുഖത്തുള്ള കൂടുതൽ ആളുകളും ഭൂരിഭാഗം ആളുകളും ഈ ഒരു ആനന്ദത്തിന്റെ പിറകിലാണ്. നമ്മൾ പരിശോധിച്ച് നോക്കുക. ഈ കാലഘട്ടത്തിൽ നമുക്ക് എളുപ്പമാണ്. കാരണം എന്താണ്, വ്ളോഗേഴ്സ് എന്ന് പറയുന്ന ആളുകൾ, അതുപോലുള്ള ആളുകൾ അവരെന്ത് ചെയ്യാണ്, ഇങ്ങനെ ഭക്ഷണം കഴിച്ചുകൊണ്ടും ഇതുപോലുള്ള കാര്യങ്ങളിൽ എന്ത് ചെയ്യാണ്, ആനന്ദം കണ്ടെത്തുകയാണ്. പക്ഷേ അവർക്ക് യഥാർത്ഥ ആനന്ദം അത് കണ്ടെത്താൻ സാധിക്കുന്നുണ്ടോ? ഇല്ല. ഇത് അവസാനിച്ചാൽ അവരുടെ ആനന്ദം അവിടെ അവസാനിച്ചു. ഇനി പ്രിയപ്പെട്ടവരെ, ഇതാണ് സആദത്തുൻ ലഹ്ദിയ. ഇനി രണ്ടാമത്തെ ഇനം സആദത്തുൻ മുംതദ്ദ, എന്നെന്നും നിലനിൽക്കുന്ന സൗഭാഗ്യം. ഇതാണ് എല്ലാ ആളുകളും ആഗ്രഹിക്കുന്നത്, എന്നെന്നും നിലനിൽക്കുന്ന ആനന്ദവും സൗഭാഗ്യവും സന്തോഷവും. എങ്ങനെയാണ് പ്രിയപ്പെട്ടവരെ ഇത് നമുക്ക് നേടിയെടുക്കാൻ സാധിക്കുക? അള്ളാഹുവിനുള്ള ഇബാദത്ത് കൊണ്ടല്ലാതെ നമുക്ക് ഈ ഒരു സമാധാനം നേടിയെടുക്കാൻ സാധിക്കുകയില്ല. വല്ലാഹി സുമ്മത്തല്ലാഹ്, അള്ളാഹുവിനുള്ള ഇബാദത്ത് കൊണ്ടല്ലാതെ എന്നെന്നും നിലനിൽക്കുന്ന ആനന്ദവും സന്തോഷവും നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കുകയില്ല, നേടിയെടുക്കാൻ സാധിക്കുകയില്ല. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു ഹദീസിൽ പറഞ്ഞതായി കാണാം. അഥവാ രാത്രി ഉറങ്ങുന്നയാൾ അവന്റെ ചെവിയിൽ അല്ലെങ്കിൽ അതുപോലെ 3 കെട്ടുകൾ എന്ത് ചെയ്യും, ശൈത്താൻ കെട്ടും. അതിന്റെ അവസാന ഭാഗത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഖാമ ഇല സ്വലാത്തി ഇൻ ഹല്ലത് അഖ്ദുഹു കുല്ലുഹാ ഫയുസ്ബിഹു നശീതൻ ത്വയ്യിബൻ നഫ്സ്. എന്താണ്, അവന്റെ അവസാനത്തെ കെട്ടപ്പോഴാണ് അഴിയുക, അവൻ നിസ്കാരത്തിന് വേണ്ടി എഴുന്നേറ്റ് കഴിഞ്ഞാൽ, അഥവാ സുബഹി നിസ്കാരം അതവൻ നിസ്കരിച്ചു കഴിഞ്ഞാൽ അവന്റെ എല്ലാ കെട്ടുകളും എന്ത് ചെയ്യും, അഴിയും. പിന്നീട് അവൻ ഏതവസ്ഥയിലായിരിക്കും? ആ ദിവസം മുഴുവനും അവൻ വളരെ നശീത്തായ അവസ്ഥയിലായിരിക്കും, അഥവാ വളരെ ഉന്മേഷത്തോടു കൂടിയായിരിക്കും. ഇപ്പൊ പല ആളുകൾക്കും ചിന്ത വന്നേക്കാം, നമ്മൾ സുബഹി നിസ്കരിക്കുന്നുണ്ട്, ഒരു ഉന്മേഷം ലഭിക്കുന്നില്ല എന്ന്. എന്തായിരിക്കും കാരണം? നമ്മുടെ നിസ്കാരം ഏത് രൂപത്തിലാണെന്ന് സ്വന്തത്തോട് ചോദിക്കാം, ഞാൻ വിശദീകരിക്കുന്നില്ല. നമ്മൾ സുബഹി നിസ്കരിച്ചു, ഏത് രൂപത്തിലാണ്? ഇന്ന് സുബഹി നിസ്കാരത്തിന് ഇമാം പാരായണം ചെയ്ത ആയത്ത് സൂറത്ത് എത്ര ആളുകൾക്ക് നമ്മുടെ കൂട്ടത്തിൽ അറിയാം ഏതായിരുന്നു എന്നുള്ളത്? അതല്ല എങ്കിൽ ആ നിസ്കാരത്തിൽ നിന്ന വേളയിൽ നമ്മുടെ ചിന്തകൾ നമ്മുടെ ജോലിയിലും നമ്മുടെ ഭാര്യമാരിലും നമ്മുടെ മക്കളിലും നമ്മുടെ കുടുംബത്തിലുമാണ് പോയത് എങ്കിൽ
നമ്മളെ തന്നെയാണ് നമ്മൾ കുറ്റം പറയേണ്ടത്, നിസ്കാരത്തിനെയല്ല. അള്ളാഹു ശർആയി വെച്ച നിസ്കാരത്തിനെയല്ല. നമ്മൾ എന്ത് ചെയ്യുക? നമ്മളെ തന്നെ ഒന്ന് പരിശോധിക്കുക എന്നുള്ളതാണ് പറഞ്ഞു വന്നത്. സഹോദരങ്ങളെ, ഇവിടെ എപ്പോഴാണ് നമ്മൾ നിസ്കരിക്കുന്നത്? സുബഹിനാണ്. പക്ഷേ ആ ദിവസം മുഴുവനും നമ്മൾ എന്തായി മാറുകയാണ്? ആനന്ദത്തിലാവുകയാണ്, സൗഭാഗ്യത്തിലാവുകയാണ് ആ ദിവസം മുഴുവനും. ഷെയ്ഖ് അഹ്മദ് അൽ അത്തീഖ് ഹഫിളഹുല്ലാ അദ്ദേഹം പറഞ്ഞതായി കാണാം, കുറച്ച് കുട്ടികൾ എന്ത് ചെയ്തു, ഒരു റമദാൻ മാസത്തിൽ ചില ആളുകൾക്ക് എന്ത് ചെയ്തു, ഒരു നോമ്പ് തുറ സംഘടിപ്പിച്ചു. അഥവാ ഒരു റമദാനിൽ എന്ത് ചെയ്തു, നോമ്പ് തുറ സംഘടിപ്പിച്ചു. പിന്നീട് പിറ്റേ വർഷം അവരെന്ത് ചെയ്യാണ്, അടുത്ത വർഷവും അവരിത് ഈ രൂപത്തിൽ തന്നെ എന്ത് ചെയ്യാണ്, ഈ നോമ്പ് തുറ സംഘടിപ്പിക്കുകയാണ്. എന്നിട്ട് ഷെയ്ഖിനോട് പറയുന്ന കാര്യമുണ്ട്, ചെറിയ കുട്ടികളാണ്, അവര് പറയാണ്, നമ്മൾ കഴിഞ്ഞ റമദാനിൽ ഇതുപോലെ ഈ നോമ്പ് തുറ സംഘടിപ്പിച്ചപ്പോൾ നമുക്ക് മനസ്സിന് ലഭിച്ച ഒരു ആനന്ദമുണ്ട്, അത് നമുക്ക് ഇനിയും ലഭിക്കണം. ആ ഒരു ആനന്ദം, സൗഭാഗ്യം നമ്മുടെ ജീവിതത്തിൽ ഇനിയും ഉണ്ടാകണം എന്നത് കാരണത്താൽ നമ്മൾ എന്ത് ചെയ്യാണ്, വീണ്ടും ഈ രൂപത്തിൽ ഇങ്ങനെ ഒരു നോമ്പ് തുറ സംഘടിപ്പിച്ചിരിക്കുകയാണ് എന്ന് ഷെയ്ഖ് അഹ്മദ് അൽ അത്തീഖ് ഹഫിളഹുല്ലാ അദ്ദേഹം പറഞ്ഞതായി കാണാം. അദ്ദേഹത്തിനോട് ചെറിയ കുട്ടികൾ വന്ന് പറഞ്ഞ കാര്യമാണ് പറഞ്ഞു വന്നത്. പ്രിയപ്പെട്ടവരെ, ഇതിനെയാണ് സആദത്തുൻ മുംതദ്ദ എന്ന് പറയുന്നത്. അഥവാ ഓരോ പ്രവൃത്തിയും ചെയ്യുന്നതിനനുസരിച്ച് അതിന്റെ ദൈർഘ്യം എന്തായിരിക്കും, വ്യത്യാസപ്പെട്ടിരിക്കും. ഇപ്പൊ പറഞ്ഞതുപോലെ സുബഹി നിസ്കാരം നല്ല രൂപത്തിൽ നമ്മൾ നിസ്കരിക്കുകയാണെങ്കിൽ ആ ദിവസം മുഴുവനും നമ്മുടെ അവസ്ഥ എന്തായിരിക്കും, നല്ല കൂവത്തുള്ള, നല്ല ഈമാനുള്ള, നല്ല ഉണർവുള്ള ഒരവസ്ഥയിലായിരിക്കും. അതുപോലെ തന്നെ അനാഥരുടെ തല തടവലും അഗതികൾക്ക് സഹായം നൽകലും ഇതൊക്കെ ചെയ്യുന്നതോടുകൂടി നമുക്ക് ഈ പറഞ്ഞ ആനന്ദം കണ്ടെത്താൻ സാധിക്കും. ഇത് യാതൊരു സംശയവുമില്ലാത്ത കാര്യമാണ്. ഏതാളുകളോടും ചോദിച്ചു കഴിഞ്ഞാൽ അവർ ഒരേ സ്വരത്തിൽ പറയും, ഒരു നന്മ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഒരു ആനന്ദമുണ്ട്. ഒരാൾക്കൊരു നന്മ ചെയ്തു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ലഭിക്കുന്ന ഒരാനന്ദം അതുണ്ട്. ജനങ്ങൾ, ധാരാളം ആളുകൾ വിഷാദവും അല്ലെങ്കിൽ ഹൃദയം ഇടുങ്ങിയ അവസ്ഥ ഒക്കെ അനുഭവിക്കുന്ന ആളുകളുണ്ട്. ഇതിനുള്ള ഏറ്റവും വലിയ കാരണം എന്താണ്? ഈ പ്രയാസങ്ങൾക്കും വിഷമങ്ങൾക്കും ഒക്കെ ഉള്ളത്. അതിന് ഏറ്റവും വലിയ കാരണം ഈ പറഞ്ഞ രൂപത്തിൽ ആളുകൾക്കൊന്നും ചെയ്യാതിരിക്കുക, അതല്ലെങ്കിൽ ഇബാദത്തുകളിൽ മുഴുകാതിരിക്കുക എന്നത് തന്നെയാണ്. നമ്മൾ ഏതൊരാളെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ വളരെ പ്രയാസമുള്ള ഒരാൾ, അയാളോട് നമ്മൾ ചോദിക്കുക, എന്താണ് നിസ്കാരത്തിന്റെ അവസ്ഥ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അയാൾ കൈമലർത്തും. എന്താണ് ഇബാദത്തുകളുടെ അവസ്ഥ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്, അവർ കൈമലർത്തുന്ന അവസ്ഥയാണ് ഉണ്ടാവുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ പറയുന്നത് നോക്കൂ, ലാ ഖൈറ ഫീ കസീരിൻ മിൻ നജ്വാഹും ഇല്ലാ മൻ അമറ ബിസദഖത്തിൻ ഔ മഅറൂഫിൻ ഔ ഇസ്ലാഹിൻ ബൈനന്നാസ്. അഥവാ രഹസ്യാലോചന, അതിൽ മിക്കതിലും എന്തില്ല, യാതൊരു നന്മയുമില്ല. ഏതൊഴികെ വല്ല ദാനധർമ്മവും അതുപോലെ തന്നെ സദാചാരം കൈകൊള്ളാനോ ജനങ്ങൾക്കിടയിൽ രഞ്ജിപ്പ് ഉണ്ടാക്കാനോ കൽപ്പിക്കുന്ന ആളുകളുടെ വാക്കൊഴികെ. അള്ളാഹു പറയുകയാണ്. എന്നിട്ട് അള്ളാഹു പറയാണ്, വമൻ യഫ്അൽ ദാലിക ഇബ്തിഗാഅ മർളാത്തില്ലാഹി ഫസൗഫ നുഅ്തിഹി അജ്റൻ അദീമ. ഈ ചെയ്യുന്ന ദാനധർമ്മങ്ങളായിക്കോട്ടെ, ഇബാദത്തുകളായിക്കോട്ടെ, അള്ളാഹുവിന്റെ പ്രീതി കാംക്ഷിച്ചുകൊണ്ട് ആരാണോ ചെയ്യുന്നത് അവന് വലിയ പ്രതിഫലം റബ്ബ് സുബ്ഹാനഹു വ തആല നൽകുമെന്ന് ഇവിടെ പറയുകയാണ്. സഹോദരങ്ങളെ, ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം, ഒരു അവിശ്വാസിയാണ് ഇത് ചെയ്യുന്നതെങ്കിൽ കൂടി ഈ പറയുന്ന ദാനധർമ്മമായിക്കോട്ടെ അതുപോലുള്ള കാര്യങ്ങളായിക്കോട്ടെ, അത് അവൻ ചെയ്തു കഴിഞ്ഞാൽ അവനും എന്ത് ചെയ്യാൻ സാധിക്കും, ഈ ഒരു ആനന്ദം കണ്ടെത്താൻ സാധിക്കും. കാരണം റബ്ബ് സുബ്ഹാനഹു വ തആല ഈ രൂപത്തിലാണ് നന്മകൾക്ക് ദുനിയാവിൽ പ്രതിഫലമായി നിശ്ചയിച്ച കാര്യം. അതുകൊണ്ടാണ് ചില ആളുകൾ എന്ത് ചെയ്യുന്നത്, ഈ രൂപത്തിൽ അവിശ്വാസിയായ ആളുകൾ എന്ത് ചെയ്യുന്നത്, ഈ രൂപത്തിൽ സ്വതക്കയും അതുപോലുള്ള നന്മകളും ചെയ്യുന്നത്. അവർക്കും എന്ത് ചെയ്യാൻ സാധിക്കും, ആ ചെറിയ ചുരുങ്ങിയ സമയത്ത് ആനന്ദം കണ്ടെത്താൻ സാധിക്കും. അതല്ല എങ്കിൽ ഹൃദയ വിശാലത കണ്ടെത്താൻ സാധിക്കും. ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല രണ്ട് കൂട്ടം ആളുകളെ വേർതിരിച്ചു പറയുന്നുണ്ട്. എന്താണത്? ഒന്ന്, അള്ളാഹുവിന് വേണ്ടി ചെയ്യാത്ത ആളുകൾ. എന്താണ് ഇവിടെ പറയുകയാണ്, അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ധാരാളം രഹസ്യാലോചനകളിൽ ഖൈറില്ല എന്ന് പറഞ്ഞ് സദഖ നൽകുന്നതൊഴികെ, അതുപോലെ തന്നെ രഞ്ജിപ്പ് ഉണ്ടാക്കുന്നതൊഴികെ, ഇതൊക്കെ പറഞ്ഞതിന് ശേഷം അള്ളാഹു പറയാണ്, വമൻ യഫ്അൽ ദാലിക ഇബ്തിഗാഅ മർളാത്തില്ലാ. ആരാണോ അള്ളാഹുവിന് വേണ്ടി ചെയ്യുന്നത്. അപ്പോ ഒരു കൂട്ടം ആളുകൾ എന്താണ്, അള്ളാഹുവിന് വേണ്ടി ചെയ്യുന്ന ആളുകൾ. അതിന്റെ നേരെ വിപരീതം എന്തായിരിക്കും, അള്ളാഹുവിന് വേണ്ടി ചെയ്യാത്ത ആളുകൾ. ഇങ്ങനെ രണ്ട് കൂട്ടം ആളുകൾ എന്തുണ്ട്,
ഇവിടെ റബ്ബ് സുബ്ഹാനഹു വ തആല പറയുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെ സഹോദരങ്ങളെ, പറഞ്ഞതുപോലെ അള്ളാഹുവിന്റെ പ്രീതി കാംക്ഷിക്കാതെ നന്മ ചെയ്യുന്ന ആളുകൾക്കും ഒരു ആനന്ദം കണ്ടെത്താൻ സാധിക്കും. അതല്ല എങ്കിൽ അവരെന്ത് ചെയ്യില്ല, ഈ നന്മകൾ ചെയ്യില്ല. അത് എന്തായിരിക്കും? ആ രൂപത്തിൽ അത് രണ്ടാളുകൾ അറിഞ്ഞു കഴിഞ്ഞാലുള്ള ആനന്ദമായിരിക്കും. ഞാനിങ്ങനെ എന്ത് ചെയ്തു, ഇത്ര കൊടുത്തു എന്നത് 2-3 ആളുകൾ അറിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് എന്തുണ്ടാവും? ഒരു ആനന്ദം ഉണ്ടാകും. മനസ്സിലായില്ലേ? അപ്പോൾ നന്മകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനിയിപ്പോ ഇത് ആരും അറിയാതെയാണ് ചെയ്യുന്നതെങ്കിൽ കൂടി നമുക്കറിയാം, ഹാത്തിമു ത്വാഇ എന്ന് പറയുന്ന ജാഹിലിയ കാലഘട്ടത്തിൽ ഒരാളുണ്ടായിരുന്നു. അദ്ദേഹം മുസ്ലിം ആയിരുന്നില്ല. പക്ഷേ അദ്ദേഹം ധാരാളമായി സ്വതക്കക്ക് ഉദാഹരണമായി അദ്ദേഹത്തെ പറയാറുണ്ട്. എന്തുകൊണ്ടാണ് ഇദ്ദേഹം ഇത് കൊടുക്കുന്നത്? അത് ചെയ്യുന്നത് കൊണ്ട് ഒരു ചെറിയ ആനന്ദമുണ്ട്. ഇൻഷാ അല്ലാഹ് അത് വിശദീകരിക്കാം. നമ്മൾ ചിന്തിക്കേണ്ട കാര്യം സഹോദരങ്ങളെ, നമ്മുടെ ദേഹേച്ഛക്കനുസരിച്ച് നൈമിഷികമായ ഒരാനന്ദം കണ്ടെത്തുക എന്നത് എല്ലാവർക്കും നേടിയെടുക്കാൻ സാധിക്കും. അഥവാ നമുക്ക് തോന്നിയത് ചെയ്തു കഴിഞ്ഞാൽ ആ ഒരു നൈമിഷികമായ ആനന്ദം നമുക്ക് എന്ത് ചെയ്യാൻ ചെയ്യും? സാധിക്കാൻ, അല്ലെങ്കിൽ അത് ചെയ്തു കഴിഞ്ഞാൽ ആ രൂപത്തിൽ നൈമിഷികമായ ഒരു ആനന്ദം കണ്ടെത്താൻ സാധിക്കും. അത് അവിശ്വാസിയായ ആളുകൾക്കും അങ്ങനെ തന്നെയാണ്. അതുകൊണ്ടാണല്ലോ അവർ തിന്മകൾ ചെയ്യുന്നത്, അതുകൊണ്ടാണ് അവർ പല കാര്യങ്ങളും ചെയ്യുന്നത് എന്നുള്ളതാണ്. സഹോദരങ്ങളെ, നമ്മൾ പല ആളുകളും, ഭൂരിഭാഗം ആളുകളും കേട്ടിട്ടുണ്ടാകുന്ന കാര്യം എന്താണ്? തിന്മ ചെയ്യുന്ന ആളുകളും അവിശ്വാസിയും ഒന്നും ആനന്ദം കണ്ടെത്താത്തവരാണ് എന്നതായിരിക്കും നമ്മൾ പൊതുവെ കേട്ട കാര്യം. അതല്ല എങ്കിൽ സൗഭാഗ്യമായ ഒരു കാര്യം കണ്ടെത്താത്ത ആളുകളാണ് അവർ എന്നതാണ് നമ്മൾ പല ആളുകളും കേട്ടിട്ടുണ്ടാവുക. പക്ഷേ പറഞ്ഞതുപോലെ ഇവർക്കും എന്തുണ്ടാകും? ഈ രൂപത്തിൽ ആനന്ദം കണ്ടെത്താൻ സാധിക്കും. പക്ഷേ അവർക്ക് കണ്ടെത്താൻ സാധിക്കില്ല ഈ രൂപത്തിൽ നല്ല ജീവിതം, അല്ലെങ്കിൽ നല്ലൊരു ആനന്ദമുള്ള ജീവിതം കണ്ടെത്താൻ സാധിക്കില്ല എന്ന് പറഞ്ഞാൽ ഒരാശയക്കുഴപ്പം വരാൻ സാധ്യതയുണ്ട്. ഇൻഷാ അല്ലാഹ് വിശദീകരിക്കാം. അതുകൊണ്ടാണ് ചില ആളുകളെങ്കിലും ചോദിക്കാറുള്ളത്, നിങ്ങൾ പറയുന്നുണ്ടല്ലോ അവിശ്വാസികൾക്ക് അതുപോലെയുള്ള ആളുകൾക്കൊന്നും ആനന്ദം കണ്ടെത്താനോ അല്ലെങ്കിൽ സൗഭാഗ്യം കണ്ടെത്താനോ ഒന്നും സാധിക്കില്ല എന്നാണല്ലോ പറയാറുള്ളത്. ഇപ്പൊ ഉദാഹരണത്തിന് അള്ളാഹുവിനെ നിഷേധിക്കുന്ന ഒരുത്തൻ, ഈ ഉദാഹരണം പറഞ്ഞാൽ എളുപ്പത്തിൽ മനസ്സിലാകും. അവനെന്ത് ചെയ്യാണ്? അവൻ ദരിദ്രനാണ്, പ്രത്യേകിച്ച് കയ്യിൽ പണമൊന്നുമില്ല. അവനൊരു കൊട്ടാരവും ഒരു മുന്തിയ പുതിയ മോഡൽ കാറും ഒരു വിവാഹം ചെയ്തു കൊടുത്താൽ അവൻ അതിൽ ആനന്ദം കണ്ടെത്തുമോ ഇല്ലയോ? എന്താണ് ഉത്തരം? ദരിദ്രനായ അള്ളാഹുവിൽ വിശ്വസിക്കാത്ത ഒരുവന് വലിയ കാറും കൊട്ടാരവും വിവാഹവും ഒക്കെ ചെയ്തു കൊടുത്തു കഴിഞ്ഞാൽ അവൻ അതിൽ ആനന്ദം കണ്ടെത്തുന്നവനാണോ അല്ലയോ? കണ്ടെത്തുന്നവനാണ്, അതിൽ യാതൊരു സംശയമില്ല. പക്ഷേ ഇവിടെ അവന് ലഭിക്കുന്ന ആനന്ദം, അതല്ലെങ്കിൽ അവന് ലഭിക്കുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശ്രദ്ധിക്കുക, മുത്അ എന്ന് പറയും. ആ ആനന്ദത്തിന് പറയുന്ന പേരെന്താണ്? മുത്അ. മലയാളത്തിൽ രസകരമായ. അതല്ല എങ്കിൽ ആ ഒരു രൂപത്തിലുള്ള ഒരാനന്ദമാണ്. ഇത് നമ്മൾ വേർതിരിച്ച് മനസ്സിലാക്കണം. അതല്ല എങ്കിൽ ഈ രൂപത്തിലുള്ള ചോദ്യങ്ങൾ വന്നു കഴിഞ്ഞാൽ നമുക്കും ആശയക്കുഴപ്പം വന്നേക്കാം. നമ്മൾ നോക്കുമ്പോൾ എന്തായിരിക്കും അവരുടെ അവസ്ഥ? കയ്യിൽ പണമുണ്ട്, അതുപോലെയുള്ള കാര്യങ്ങളുണ്ട്, ഒക്കെയുണ്ട്. പക്ഷെ അവർ ഈ കണ്ടെത്തുന്ന ആനന്ദത്തിന് പറയുന്ന കാര്യം എന്താണ്? മുത്അ, രസകരമായ അല്ലെങ്കിൽ ആ രൂപത്തിലുള്ള ആനന്ദം. ഈ ഒരു ആനന്ദവും ഭൂരിഭാഗം ആളുകളും നേടിയെടുക്കാൻ നോക്കുന്നത് ഇതിനെയാണ്. നമ്മുടെ ലോകത്തുള്ള അല്ലെങ്കിൽ നമ്മുടെ നാടുകളിലുള്ള ആളുകൾ ഈ ഒരു ആനന്ദം നേടിയെടുക്കാനാണ് കൂടുതലായി ശ്രദ്ധിക്കുക. നമ്മൾ യുവാക്കളിലേക്ക് നോക്കുക, അവരെന്തിനാണ് ഇങ്ങനെ മെനക്കെട്ട് പണിയെടുക്കുന്നത്? സമ്പത്ത് വേണം, വലിയ വീട് വേണം, കാറ് വേണം. ഈ രൂപത്തിലുള്ളതാണ് അവർ യഥാർത്ഥ ആനന്ദം, സൗഭാഗ്യമെന്ന് കരുതിയിരിക്കുന്ന ഒരവസ്ഥയിലാണ്. പക്ഷെ ഇതിന്റെ കാര്യവും അത്ഭുതകരമാണ്. അഥവാ നൈമിഷികമായ ആനന്ദത്തിന്റെ കാര്യം, അതിന്റെ പേര് പോലെ തന്നെ അത് പെട്ടെന്ന് തന്നെ അതിന്റെ ആനന്ദം നീങ്ങിപ്പോകുന്നതാണ്, സൗഭാഗ്യം ഇല്ലാതായി പോകുന്നതാണ്. 2 കാര്യങ്ങൾ കൊണ്ടാണ് അതില്ലാതെയാവുക. ഇത് മുതൽ നമ്മൾ എന്ത് ചെയ്യാം? പ്രത്യേകം ശ്രദ്ധിക്കാം. ഇനി പറയുന്ന കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു, ഇങ്ങനെ ആനന്ദം കണ്ടെത്തുന്ന ആളുകളുടെ ആനന്ദം ഇല്ലാതാവുക ഏത് രൂപത്തിലാണ്? 2 രൂപത്തിലാണ്. ഒന്ന്, അവന് ലഭിച്ച ആ ഒരു കാര്യം അതില്ലാതായി കഴിഞ്ഞാൽ, ഉദാഹരണത്തിന് ഒരു കാർ എടുക്കാം, ആ കാറ് അവന്റെ ജീവിതത്തിൽ ഇല്ലാതായി കഴിഞ്ഞാൽ അവന്റെ ആനന്ദം എന്താവുകയാണ്? അതോടുകൂടി നശിക്കുകയാണ്. അവന് ലഭിച്ചിരുന്ന കാര്യം എന്താണോ അത് അവസാനിക്കുന്നതോടുകൂടി എന്ത് ചെയ്യാണ്? അവന്റെ സൗഭാഗ്യവും ആനന്ദവും എന്ത് ചെയ്യാണ്? നശിക്കുകയാണ്. ഇതിനോട് നമുക്ക് ഏത് കൂട്ടിച്ചേർക്കാം? സമ്പത്തിൽ ആനന്ദം കണ്ടെത്തുന്നവരെ, അതുപോലെ തന്നെ തിന്നൽ, കുടിക്കൽ, ഇതുപോലെ ഈ രൂപത്തിൽ ആനന്ദം കണ്ടെത്തുന്ന ആളുകളുടെ ആനന്ദം ഇത് അവസാനിക്കുന്നതോടുകൂടി എന്ത് ചെയ്യും? ഇല്ലാതെയാകും.
ഇനി മറ്റൊരു രൂപത്തിലും നമുക്കിതിനെ കണക്കാക്കാം. അഥവാ ഈ പറഞ്ഞ കാര്യങ്ങൾ അത് സ്ഥിരമായി നിലനിൽക്കുകയാണെങ്കിൽ, സുബ്ഹാനല്ലാഹ്, ഇത് വല്ലാത്തൊരു ഉദാഹരണമാണ്. ഈ പറഞ്ഞ കാര്യങ്ങൾ സ്ഥിരമായി നിലനിൽക്കുകയാണെങ്കിലും നമുക്ക് അതിനോടുള്ള ആനന്ദം അത് കുറയും, അതിനോടുള്ള രസം നമുക്ക് കുറഞ്ഞു വരും. ചുരുക്കി പറഞ്ഞാൽ മടുക്കും. ഒരു കാര്യം സ്ഥിരമായി ലഭിച്ചു കഴിഞ്ഞാൽ അതിനോട് നമുക്ക് എന്തുണ്ടാകും? മടുപ്പുണ്ടാകും. അതുകൊണ്ടാണ് അറബിയിൽ ഒരു ചൊല്ലുള്ളത്, കസ്റത്തുൽ മിസാസ് തുദ്ഹിബുൽ ഇഹ്സാസ്. എന്താണ്? ധാരാളമായുള്ള സ്പർശനം. ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ, നമുക്ക് പുതിയൊരു സാധനം നമ്മുടെ മുന്നിൽ കണ്ടു, നമുക്ക് ആദ്യം അതിനെ തൊടാൻ എന്തുണ്ടാകും? ഒരു ആക്രമിക്കുന്ന സാധനമാണോ എന്താ നമുക്കറിയില്ല. അതിനാദ്യം ഒന്നും തൊട്ട് നോക്കിക്കഴിഞ്ഞാൽ അതൊന്നും ചെയ്യുന്നില്ല. അതിങ്ങനെ ധാരാളം തൊട്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്തുണ്ടാവും? അതിനോടുള്ള ഒരു ഭയവും അതുപോലുള്ള കാര്യങ്ങളും ഇല്ലാതെയാകും. ഇതുപോലെ തന്നെയാണ് നമുക്ക് ഏതൊരു കാര്യം ലഭിച്ചു കഴിഞ്ഞാലും അത് ദിനം കഴിയുന്നതിനനുസരിച്ച് നമുക്ക് എന്തുണ്ടാകും? അതിനോടുള്ള ആ ഒരു ഇഷ്ടവും സ്നേഹവും ഇല്ലാതാകും. നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കുക. നമുക്ക് ആദ്യം കിട്ടിയ ഒരു മൊബൈൽ ഫോണിന്റെ ഉദാഹരണം എടുക്കാം. അത് നമ്മുടെ കയ്യിൽ ആദ്യം ലഭിച്ചപ്പോൾ എങ്ങനെയായിരുന്നു? നമ്മൾ അതിൽ തന്നെ ഇങ്ങനെ നോക്കി നിലത്ത് വെക്കാതെ ആ രൂപത്തിലാണ് കൊണ്ടു നടന്നത്. പിന്നീട് എന്താവും? ദിവസങ്ങൾ കഴിയുന്നതിനനുസരിച്ച് അതിനോടുള്ള സ്നേഹമില്ലാതെ. ഇതുപോലെ തന്നെയാണ് വാഹനം. ഇനിയും ധാരാളം ഉദാഹരണങ്ങൾ നമുക്ക് എടുക്കാം. ഇനി ഒരു ഭക്ഷണത്തിന്റെ ഉദാഹരണം എടുക്കാം. നമുക്ക് ഈ കൂട്ടത്തിൽ ഓരോ ആളുകൾക്ക് എന്തുണ്ടാകും? ഇഷ്ടപ്പെട്ട ഭക്ഷണം ഉണ്ടാകും ഓരോ ആളുകൾക്കും. ഈ ഭക്ഷണം, ഇഷ്ടപ്പെട്ട ഭക്ഷണം ഓരോ ആളുകളും ചിന്തിക്കാം. ഒരു ദിവസം 3 തവണ നമുക്ക് തരികയാണ് എന്ന് കരുതുക. എന്താണ് നമ്മൾ പറയുക? 3 ദിവസം കിട്ടി, പിറ്റേന്ന് നമ്മളോട് പറയാണ് പിറ്റേ ദിവസവും 3 നേരം ഇതാണ് ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ നമ്മൾ പറയുന്ന കാര്യം എന്തായിരിക്കും? മദീനായിരിക്കും. ഇപ്പൊ ഉദാഹരണത്തിന് ബിരിയാണി എടുക്കാം. ഒരു ദിവസം 3 നേരം നമുക്ക് എന്ത് ലഭിച്ചു? ബിരിയാണി ലഭിച്ചു. പിറ്റേ ദിവസം നമ്മളോട് പറയണത് ഇന്നും 3 നേരം ബിരിയാണിയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്താ പറയാ? മദീന്ന് പറയും. ഇങ്ങനെയാണ് സഹോദരങ്ങൾ, ഒരു കാര്യം സ്ഥിരമായി നമുക്ക് ലഭിച്ചു കഴിഞ്ഞാൽ അതിന്റെ ആനന്ദം അതില്ലാതെയാകും. അതല്ലെങ്കിൽ 1-ാം തവണ നമുക്ക് ലഭിച്ച ആനന്ദം പിന്നീട് അങ്ങോട്ട് നമുക്ക് ലഭിക്കാതെ വരും. ഇത് യാഥാർത്ഥ്യമാണ്. ഓരോ ആളുകളും സ്വന്തത്തോട് ചോദിക്കുക. നമുക്ക് ആദ്യം ലഭിച്ച ഒരു കാര്യം പിന്നീട് നമുക്ക് എന്ത് ചെയ്യൂല? ആ ഒരു ആനന്ദം കണ്ടെത്താൻ സാധിക്കില്ല. ഉദാഹരണം എടുക്കുകയാണെങ്കിൽ, ജോലി ഇല്ലാത്ത ഒരാൾ അയാൾ കഷ്ടപ്പെട്ട് ജോലി അന്വേഷിച്ച് അയാൾ ഇന്റർവ്യൂ ഒക്കെ കഴിഞ്ഞ് പറയുകയാണ്, നിങ്ങൾക്കിവിടെ ഈ ജോലി ലഭിക്കാൻ സാധ്യത കൂടുതലാണ്. എന്താണ്? ജോലി ലഭിച്ചിട്ടില്ല. ഇന്റർവ്യൂ കഴിഞ്ഞതിന് ശേഷം അയാളോട് പറയാണ്, നിങ്ങൾക്ക് ജോലി ലഭിക്കാൻ സാധ്യത കൂടുതലാണ്. ആ ദിവസം അയാൾ എങ്ങനെയായിരിക്കും കഴിച്ചു കൂട്ടുക? അയാൾക്ക് ജോലിയൊന്നും ലഭിച്ചിട്ടില്ല. കാലങ്ങളായി ജോലിക്ക് വേണ്ടി അന്വേഷിച്ച് നടന്ന് ഒരു ചെറിയ സൂചന മാത്രമാണ് എന്ത് ചെയ്തത്? അയാൾക്ക് ലഭിച്ചത്. ജോലി കിട്ടാൻ ഒരു 80% സാധ്യതയുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾക്ക് ഉണ്ടാകുന്ന ആനന്ദവും സന്തോഷവും ഒക്കെ എന്തായിരിക്കും? വളരെ വലുതായിരിക്കും. എന്നിട്ട് പിറ്റേ ദിവസം അയാളോട് പറയാണ്, താങ്കൾക്ക് ഇതാ ജോലി ലഭിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾക്ക് ഉണ്ടാകുന്ന ആനന്ദവും അതുപോലെ സന്തോഷവും നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക. വളരെ സന്തോഷമായിരിക്കും. പിന്നീട് ആഴ്ചകൾ കഴിഞ്ഞ്, മാസങ്ങൾ കഴിഞ്ഞ്, വർഷം കഴിഞ്ഞാൽ എങ്ങനെയെങ്കിലും ഒന്ന് ലീവ് കിട്ടിയിരുന്നെങ്കിൽ എന്ന് ആളുകൾ കരുതും. കാരണം ആദ്യം അയാൾക്കുണ്ടായിരുന്ന ആനന്ദം എന്തായിരുന്നു? ജോലി കിട്ടണം എന്നുള്ളതാ. ഇങ്ങനെ ഇനിയിപ്പം വർഷങ്ങളൊന്നും വേണ്ട, 1 മാസം കഴിഞ്ഞാൽ പിന്നീട് എന്താവും? ഇത് മടുത്തു, കുറച്ച് ലീവ് എടുക്കണം എന്ന് ചിന്തിക്കും എന്നുള്ളതാണ്. ഇതുപോലെ തന്നെയാണ് സഹോദരങ്ങളെ, സുബ്ഹാനല്ലാഹ്, നമ്മളോട് ചോദിക്കുക, നമ്മുടെ ശരീരത്തിൽ അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഈ രൂപത്തിലായി മാറിയിട്ടുണ്ട് പല അനുഗ്രഹങ്ങളും. ആദ്യം ഉദാഹരണത്തിന് നമ്മൾ കാഴ്ച എടുക്കുക. സുബ്ഹാനല്ലാഹ്, ഈ കാഴ്ച എന്നുള്ളത് നമ്മളിതിങ്ങനെ കണ്ട് നമുക്കതിലെന്തില്ല? ഈ കാണുന്നത് കണ്ണിന്റെ കാഴ്ച എന്നുള്ളത് അത് കണ്ട് നമുക്കെന്തായി? അതിന് പ്രത്യേകിച്ചൊരു വാല്യൂ ഇല്ലാതെയായി. നമ്മൾ ആലോചിച്ച് നോക്കുക. ഇത് കണ്ണ് കാണാത്ത ഒരാൾ ആഗ്രഹിക്കുന്ന കാര്യം എന്താണ്? എനിക്കൊന്ന് കാണാൻ, എന്തെങ്കിലും ഒന്ന് കാണാൻ സാധിച്ചിരുന്നുവെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്ന ആളുകളുണ്ട്. ഇതുപോലെ തന്നെയാണ് കേൾവി. ഇതൊക്കെ നമുക്ക് എന്താണ്? ദൈനംദിനം ലഭിച്ചത് കൊണ്ടാണ് ഇതിന്റെ വില മനസ്സിലാകാത്തത്. അതുകൊണ്ടാണ് പൊതുവെ ഈ രൂപത്തിൽ പറയാറുള്ളത്, അസ്സിഹതു താജുൻ അലാ റൂസിൽ അസിഹ. എന്താണ്? ആരോഗ്യം എന്നുള്ളത് അതൊരു കിരീടം പോലെയാണ്. ആരുടെ തലയിലുള്ള കിരീടം? നല്ല ആരോഗ്യമുള്ള ആളുകളുടെ തലയിലെ കിരീടം പോലെയാണ് എന്ത്? ആരോഗ്യം എന്ന് പറയുന്നത്. ലാ യറാഹ ഇല്ലൽ മർള. ആ കിരീടം ആരേ കാണുകയുള്ളൂ? രോഗം ബാധിച്ച ആളുകൾക്ക് ആ കിരീടം കാണാൻ സാധിക്കുകയുള്ളൂ എന്നുള്ളതാണ്. പൊതുവെ നമ്മുടെ നാട്ടിൽ പറയുന്ന കാര്യമാണ് എന്ത്? കണ്ണില്ലാതെ ആയിക്കഴിഞ്ഞാലേ കണ്ണിന്റെ വില
മനസ്സിലാവുകയുള്ളൂ എന്നുള്ളത്. പറഞ്ഞ രൂപത്തിൽ സഹോദരങ്ങളെ, ഇങ്ങനെ ഒരു കാര്യം സ്ഥിരമായി ഉണ്ടായി എന്നത് അത് നമുക്ക് എന്തുണ്ടാകും? മടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ആളുകൾ ചെയ്യുന്ന കാര്യം എന്താണ്? അടുത്തതിലേക്ക് മാറും, അടുത്തതിലേക്ക് ആനന്ദം അന്വേഷിച്ചു പോകും. അല്ലെങ്കിൽ കിട്ടിയിരുന്ന കാര്യം, ഉദാഹരണത്തിന് സമ്പത്തെടുക്കുക, അത് 10 ലക്ഷമാണ് ലഭിച്ചിരുന്നത് എങ്കിൽ അയാൾ എന്ത് ചെയ്യും? അത് 20 ആക്കാൻ നോക്കും. 10 ലഭിച്ചു, 10 ലഭിച്ചപ്പോ എന്തായി? അത് മടുത്തു, പിന്നീട് 20 ഉണ്ടാക്കാൻ നോക്കും, 20 ലക്ഷം. അങ്ങനെ സഹോദരങ്ങളെ, ഇതിങ്ങനെ എന്ത് ചെയ്യും? കിട്ടിയതിനെ വർദ്ധിപ്പിക്കാൻ നോക്കി 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 ഇവർക്ക് ഒരു ആനന്ദവും കണ്ടെത്താൻ സാധിക്കുകയില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ മിസ്കീനുകളെ പറ്റി ഖുർആനിലൂടെ നമുക്ക് ഉപമിച്ചു തരുന്നുണ്ട്. എന്താണത്? വല്ലദീന കഫറു അഅമാലുഹും കസറാബിൻ ബിഖീഅത്തിൻ യഹ്സബുഹു الظمآن മാഅ ഹത്താ ഇദാ ജാഅഹു ലം യജിദഹു ശൈഅ വവജദ അല്ലാഹ ഇൻദഹു ഫവഫാഹു ഹിസാബഹു വല്ലാഹു സരീഉൽ ഹിസാബ്. എന്താണ്? അല്ലാഹു ഇങ്ങനെയുള്ള ആളുകളുടെ പ്രവൃത്തിയെ പറ്റി പറയുകയാണ്. ഒരു മരീചിക പോലെയാണ്. അഥവാ അവർ എന്ത് ചെയ്യാണ്? ആനന്ദം ഇപ്പോൾ ലഭിക്കും, ഇപ്പോൾ ലഭിക്കും എന്ന് കരുതി നോക്കുമ്പോൾ തൊട്ടു മുൻപിൽ വെള്ളമുള്ളതുപോലെ അവർക്ക് തോന്നും. അവരെന്ത് ചെയ്യും? അതിന്റെ അടുത്തേക്ക് പോകും. അവർക്ക് ലഭിക്കുമോ? ഇല്ല. വീണ്ടും നടന്നു നീക്കും. ഇങ്ങനെ മരീചിക പോലെ അവർക്ക് തോന്നുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇങ്ങനെയുള്ള ആളുകളെ പറ്റി പറയുന്നുണ്ട് ഖുർആനിലൂടെ. ഇനി സഹോദരങ്ങളെ, അവർ കരുതുന്നത് എന്താണ്? ഇങ്ങനെ ഇതിന് പിന്നാലെ പോയി കഴിഞ്ഞാൽ ആനന്ദം ലഭിക്കുമെന്നുള്ളതാണ്. അങ്ങനെ പ്രിയപ്പെട്ടവരെ, ഇങ്ങനെയുള്ള ആളുകൾ ഇതിന് പിന്നാലെ പോയി അവസാനം എന്തുണ്ടാകും? അവർ ഈ ദുനിയാവിൽ നിന്ന് യഥാർത്ഥ ആനന്ദം കണ്ടെത്താത്ത അവസ്ഥയിൽ എന്ത് ചെയ്യും? ഈ ദുനിയാവിൽ നിന്നും യാത്ര പോകുമെന്നുള്ളതാണ്. ഇനി സഹോദരങ്ങളെ, നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ പറഞ്ഞതുപോലെ രണ്ടാമത്തെ ഒരു കാര്യം, സൗഭാഗ്യം കണ്ടെത്താനുള്ള ഒരു വഴി സആദത്തുൻ മഅനവിയ. എന്താണ്? സആദത്തുൻ മഅനവിയ എന്നുള്ളതാണ്. നമുക്കിതിനെ എന്താണ്, ഏതിനെ കൊണ്ട് ഉദാഹരിക്കാം? എല്ലാ നന്മകളും എടുത്തു നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും? ഈ രൂപത്തിൽ സആദത്തുൻ മഅനവിയ നമുക്ക് ലഭിക്കും. ഇപ്പൊ ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ സദഖകൾ, അതുപോലെ തന്നെ ജനങ്ങൾക്ക് നന്മ ചെയ്യൽ, സത്യസന്ധത, ഔദാര്യത, സൽസ്വഭാവം, ഇങ്ങനെയുള്ള ഈ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് നേടിത്തരും? ഹൃദയത്തിൽ ആനന്ദം ഉണ്ടാക്കി തരും. നേരത്തെ പറഞ്ഞത് എന്താണ്? ദുന്യവിപരമായ കാര്യം അത് ലഭിച്ചു കഴിഞ്ഞാൽ കിട്ടിക്കൊണ്ടിരുന്നാൽ എന്തുണ്ടാകും? അതിന് മടുപ്പുണ്ടാകും. ഇനി രണ്ടാമത്തെ കാര്യം എന്താണ്? സകല നന്മകളും അത് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് എന്തുണ്ടാകും? ഹൃദയത്തിൽ ആനന്ദം ഉണ്ടാക്കി തരും. എത്രത്തോളം? അറ്റമില്ലാത്ത അത്ര. അത് നമുക്ക് മനസ്സിന് എപ്പോഴും എന്തായിരിക്കും? ആനന്ദമായിരിക്കും. അത് അവസാനിക്കുകയില്ല എന്നുള്ളതാണ്. സഹോദരങ്ങളെ, നമ്മൾ ആദ്യം പറഞ്ഞു വെച്ചിരുന്നു സആദത്തുൻ ഉഖ്റവിയ, അഥവാ പരലോകത്ത് എത്തുന്നത് വരെ നമുക്ക് എന്തുണ്ടാകും? സൗഭാഗ്യം ഉണ്ടാകുമെന്ന് പറഞ്ഞു. അത് നമുക്ക് ലഭിക്കുക ഈ നന്മകൾ ചെയ്തു കഴിഞ്ഞാലാണ്. എന്നാൽ സഹോദരങ്ങളെ, നമ്മൾ സൂചിപ്പിച്ചതുപോലെ ഭൂരിഭാഗം ആളുകളും അവർ കരുതുന്നത് ഈ നൈമിഷികമായ ആനന്ദമാണ് യഥാർത്ഥ ആനന്ദം എന്നുള്ളതാണ്. നമ്മൾ ഒരാളോട് ചോദിക്കുക, ഉദാഹരണത്തിന് ഒരു സാധാരണക്കാരനെ കണ്ടു കഴിഞ്ഞാൽ അയാളോട് ചോദിക്കുക എന്താണ് സൗഭാഗ്യം എന്നുള്ളത്. അപ്പോൾ അദ്ദേഹത്തിന്റെ മറുപടി എന്തായിരിക്കും? സമ്പത്ത്, അതല്ലെങ്കിൽ ദുനിയാവിപരമായ എന്തെങ്കിലും ലഭിക്കുക എന്നുള്ളതാണ് യഥാർത്ഥ സൗഭാഗ്യം എന്നതായിരിക്കും അവരുടെ മറുപടി. എന്നാൽ സഹോദരങ്ങളെ, നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇത് ആവർത്തിച്ച് പറയാനുള്ള കാരണം, പല ആളുകളും ദീനീപരമായി നടക്കുന്ന ആളുകൾ പോലും എനിക്ക് ജീവിതം മടുത്തു എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ഒന്നും ആ അവസ്ഥയിലാക്കാതിരിക്കട്ടെ. ഇത് ആവർത്തിച്ച് പറയാനുള്ള കാര്യം ഇതാണ്: നന്മ ചെയ്യുന്നതിലൂടെ അല്ലാതെ നമുക്ക് മനസ്സമാധാനം കണ്ടെത്താൻ സാധിക്കുകയില്ല എന്നുള്ളതാണ്. എന്താണ് പ്രിയപ്പെട്ടവരെ, നമ്മളിവിടെ സൂചിപ്പിച്ചല്ലോ, ചില ആളുകൾക്കെങ്കിലും ഇപ്പോൾ ഒരു സംശയം വന്നേക്കാം. നമ്മൾ പറഞ്ഞു ഒരു കാര്യം നമ്മൾ ആവർത്തിച്ച് ചെയ്തു കഴിഞ്ഞാൽ എന്തുണ്ടാകും? അതിനോട് മടുപ്പ് വരുമെന്ന് പറഞ്ഞല്ലോ, അല്ലേ? പറഞ്ഞു. അപ്പോ ചിലപ്പോ നിങ്ങളുടെ മനസ്സിൽ തോന്നിയിട്ടുണ്ടാകാം, ഇല്ലാതിരിക്കാം. അതല്ല എങ്കിൽ ഒരാൾ നമ്മളോട് ചോദിച്ചാൽ, ഇപ്പൊ ഉദാഹരണത്തിന് നിസ്കാരം, ഇത് നമ്മൾ ദിവസം എത്ര തവണ ചെയ്യുന്നുണ്ട്? 5 തവണ. നോമ്പ്, ഇതൊക്കെ നമ്മൾ ആവർത്തിച്ച് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇത് ചെയ്യുമ്പോഴും മടുപ്പ് വരില്ലേ എന്നൊരാൾ ചോദിച്ചാൽ എന്തായിരിക്കും നമുക്ക് കൊടുക്കാനുള്ള മറുപടി? നമ്മൾ പറഞ്ഞല്ലോ, ഒരു കാര്യം നമുക്ക് ലഭിച്ചുകൊണ്ടിരുന്നാൽ അതിൽ പിന്നീട് നമുക്ക് ആനന്ദം കണ്ടെത്താൻ സാധിക്കുകയില്ല.
എന്ന് നമ്മൾ പറഞ്ഞു. അപ്പൊ ഒരാൾ തിരിച്ചു ചോദിക്കുകയാണ്, അപ്പൊ നിസ്കാരം നമ്മൾ സ്ഥിരമായിട്ട് ചെയ്യുന്നുണ്ട്, അതുപോലെ നോമ്പ് നമ്മൾ ഇടക്കിടക്ക് നോക്കുന്നുണ്ട്, അപ്പോ നമുക്ക് ഇതിലും ആനന്ദം കണ്ടെത്താൻ സാധിക്കില്ലല്ലോ എന്നൊരാൾ പറഞ്ഞാൽ നമുക്ക് എന്താണ് അവർക്ക് കൊടുക്കാനുള്ള മറുപടി? ആർക്കാണ് പറയാൻ സാധിക്കുക? സമാധാനം ഉണ്ട്. എന്തുകൊണ്ട്? അതാണ് ചോദ്യം. സമാധാനം ഇല്ല എന്നുള്ളതിൽ അല്ലെങ്കിൽ ഉണ്ട് എന്നുള്ളതിൽ യാതൊരു സംശയമില്ല. പക്ഷെ അവര് ചോദിക്കാണ്, ഇതിങ്ങനെ നിങ്ങൾ പറയാണ്, ഒരു ഭാഗത്ത് നിങ്ങൾ പറയാണ് ഒരു കാര്യം സ്ഥിരമായി ലഭിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സമാധാനം ഇല്ലാതാകും അല്ലെങ്കിൽ ആനന്ദം കണ്ടെത്താൻ സാധിക്കില്ല. ഒരു ഭാഗത്ത് നിങ്ങൾ പറയാണ് നന്മ ചെയ്തു കഴിഞ്ഞാൽ എപ്പോഴും സമാധാനം ഉണ്ടാകും. എന്താണ് ഇതിനെ വേർതിരിക്കുന്ന കാര്യം? അതാണ് ചോദ്യം. എന്താണ് എന്താണ് തവക്കുൽ? അടുത്തെത്തി. എന്താണ്? അതെ, ദിക്ർ ചെയ്താൽ മനസ്സിന് സമാധാനം ലഭിക്കും. എന്താണ് അതിനുള്ള കാരണം? അതാണ് ചോദ്യം. അഹ്സൻത, അല്ലാഹു മുബാരിക്. അതാണ് ഇഹ്തിസാബ്. അള്ളാഹുവിന് വേണ്ടി ചെയ്യുകയാണെങ്കിൽ, അള്ളാഹുവിന് വേണ്ടിയാണ് നമ്മൾ ചെയ്യുന്നത് എങ്കിൽ അതിൽ നമുക്ക് എന്തുണ്ടാവൂല? മടുപ്പുണ്ടാവൂല. നമ്മൾ ഓരോ ആളുകളും ചെയ്യുന്ന കർമ്മങ്ങളൊന്ന് പരിശോധിക്കുക. ആർക്ക് വേണ്ടിയാണ് ചെയ്യുന്നത്? എന്തുകൊണ്ട് നിസ്കാരം എനിക്ക് ആനന്ദം കണ്ടെത്താൻ സാധിക്കുന്നില്ല? നമ്മൾ പല്ല് തേക്കുന്നത് പോലെ, നമ്മൾ വസ്ത്രം മാറുന്നത് പോലെ, അതല്ല എങ്കിൽ നമ്മൾ ജോലിക്ക് പോകുന്നത് പോലെയാണ് നിസ്കരിക്കുന്നത് എങ്കിൽ മടുപ്പുണ്ടാവും. അതാണ് വേർതിരിവ്. അതാണ് വേർതിരിവ്. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, മൻ അമില സാലിഹൻ മിൻ ദക്കരിൻ ഔ ഉൻസ വഹുവ മുഅ്മിൻ. നിങ്ങളുടെ കൂട്ടത്തിൽ ആരാണോ സൽപ്രവൃത്തി ചെയ്യുന്നത്, ആണായിക്കൊള്ളട്ടെ അതുപോലെ തന്നെ പെണ്ണായിക്കൊള്ളട്ടെ, വഹുവ മുഅ്മിൻ, അവനാ സൽപ്രവൃത്തി ചെയ്യുന്നത് ഏതവസ്ഥയിലാണ്? മുഅ്മിനായ അവസ്ഥയിലാണ്. ഫലനുഹ്യന്നഹു ഹയാതൻ ത്വയ്യിബ, അവനാണ് എന്തുള്ളത്? ഏറ്റവും ത്വയ്യിബായ ജീവിതമുള്ളത് എന്ന് അള്ളാഹു നമുക്ക് പറഞ്ഞു തരികയാണ്. തീർന്നോ? ഇല്ല. വലനജ്സിയന്നഹും അജ്റഹും ബിഅഹ്സനി മാ കാനൂ യഅമലൂൻ, അവർ പ്രവർത്തിച്ച ഏത് പ്രവൃത്തിയുണ്ടോ അതൊന്നും കുറയാതെ അവർക്കുള്ള പ്രതിഫലം അള്ളാഹു സുബ്ഹാനഹു വ തആല ഖിയാമത്ത് നാളിൽ കൊടുക്കുമെന്ന് നമുക്ക് അറിയിച്ചു തരുന്നു. അപ്പോൾ സഹോദരങ്ങളെ, നമ്മൾ ഏത് വിഷയത്തിലും പ്രതിഫലം കാംക്ഷിച്ചുകൊണ്ടാണ് നമ്മൾ ചെയ്യുന്നത് എങ്കിൽ മടുപ്പ് വരില്ല. അതിൽ യാതൊരു സംശയവും ഇല്ല. അതുകൊണ്ടാണ് യൂറോപ്പിലുള്ള അതുപോലുള്ള ആളുകൾ പറയുന്നത് എന്ത്? കല്യാണമൊന്നും കഴിക്കാതെ അവരെന്ത് പറയും? കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ ചെലവാണ്, അതുപോലെ തന്നെ അവർക്ക് വീടുണ്ടായി കൊടുക്കണം, അവരെ നല്ല രൂപത്തിൽ നോക്കണം, അതുകൊണ്ട് നമ്മൾ കല്യാണം എന്ത് ചെയ്യുന്നില്ല? കഴിക്കുന്നില്ല എന്ന് യൂറോപ്പിലുള്ള അതുപോലുള്ള ആളുകൾ പറയാനുള്ള കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മോട് പറഞ്ഞ കാര്യം എന്താണ്? വഇന്നക ലൻ തുൻഫിഖ നഫഖതൻ തബ്തഗി ബിഹാ വജ്ഹല്ലാഹ്, നീ നിന്റെ കുടുംബത്തിന് എന്താണ് അള്ളാഹുവിന്റെ പ്രീതി കാംക്ഷിച്ചുകൊണ്ട് ഒരു ഉരുള അവർക്ക് നൽകി കഴിഞ്ഞാൽ ഇല്ലാ ഉജിർത ബിഹാ ഹത്താ മാ തജ്അലു ഫീ ഇംറഅതിക, അള്ളാഹു നിനക്ക് പ്രതിഫലം നൽകും. എത്രത്തോളം? നിന്റെ ഭാര്യയുടെ വായയിൽ നീ വെച്ചു കൊടുക്കുന്ന ഒരു ഉരുളയാണെങ്കിലും അതിന് പോലും എന്തുണ്ട്? പ്രതിഫലമുണ്ട് എന്നറിഞ്ഞു കഴിഞ്ഞാൽ ഒരു മുസ്ലിമിന്റെ ജീവിതം എങ്ങനെയായിരിക്കും? അവൻ എത്ര ഉരുളകൾ അവന്റെ ഭാര്യക്ക് കൊടുക്കും? അള്ളാഹു പ്രതിഫലം നൽകുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്ത് മടുപ്പാണ് ഉണ്ടാവുക എന്നുള്ളതാണ്. ഇങ്ങനെ നോക്കുകയാണെങ്കിൽ നമുക്ക് ആനന്ദമായി മാറും. ഏത് കാര്യം നമ്മൾ ചെയ്യുന്നുണ്ടോ അള്ളാഹുവിന്റെ പ്രീതി കാംക്ഷിച്ചു കൊണ്ടാണെങ്കിൽ നമ്മുടെ മനസ്സിനുണ്ടാകുന്ന മനസ്സമാധാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതായിരിക്കും. ഇങ്ങനെ ഇനി ഏതെടുത്തോ, നമ്മുടെ ഭാര്യമാരുടെ ചിരിയും അതുപോലെ തന്നെ അവരുടെ കളിയും നമ്മുടെ മക്കളുടെ ചിരിയും കളിയും ഒക്കെ നമുക്ക് ആനന്ദമായി മാറും. എങ്ങനെയാണെങ്കിൽ അള്ളാഹുവിന്റെ പ്രീതി കാംക്ഷിച്ചുകൊണ്ടാണ് നമ്മൾ അവരോട് ഇടപഴകുന്നത് എങ്കിൽ. ഇത് യാതൊരു സംശയമില്ലാത്ത കാര്യമാണ്. ഈ രൂപത്തിൽ അവർക്ക് ഇഹലോകത്തും പരലോകത്തും ആനന്ദവും സൗഭാഗ്യവും കണ്ടെത്താൻ സാധിക്കും. അതുകൊണ്ട് ഇവർക്ക് എത്ര ഈ പ്രവർത്തനങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ഒന്നുണ്ടാവുകയില്ല, മടുപ്പുണ്ടാവുകയില്ല. മറ്റേതോ എന്തിനു വേണ്ടിയാണ് ചെയ്യുന്നത് അവർക്ക് തന്നെ അറിയില്ല. ഞാനീ ചെയ്യുന്നത് ആർക്ക് വേണ്ടിയാണ്, എന്തിനു വേണ്ടിയാണ് എന്നൊരാൾ അറിഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ അറിയില്ല എങ്കിൽ അവന്റെ ജീവിതം എന്തായിരിക്കും? മനസ്സമാധാനം ഇല്ലാത്ത അവസ്ഥയിലായിരിക്കും. നേരെ മറിച്ച് അള്ളാഹുവിന് വേണ്ടിയാണ് എങ്കിൽ വളരെ മനസ്സമാധാനം ഉള്ള അവസ്ഥയിലായിരിക്കും. പ്രിയപ്പെട്ടവരെ, അവിശ്വാസികൾക്ക് സൗഭാഗ്യം ആനന്ദം കണ്ടെത്താൻ സാധിക്കുമോ എന്നതാണ് നമ്മൾ ചിന്തിക്കേണ്ട കാര്യം. ഇവിടെ നമ്മൾ പ്രധാനപ്പെട്ട മനസ്സിലാക്കേണ്ട കാര്യം, ഈ ആനന്ദത്തിന്റെ ഫലം അനുസരിച്ച് അതിനെ നമുക്ക് മൂന്നായി തിരിക്കാം. നമ്മൾ പറഞ്ഞു ആദ്യം അവിശ്വാസികൾക്കും ആനന്ദം കണ്ടെത്താൻ സാധിക്കുമെന്ന് നമ്മൾ പറഞ്ഞിരുന്നു.
അപ്പൊ അത് ഏത് രൂപത്തിലാണ് എന്നുള്ളത് നമുക്ക് നോക്കാം. 3ആയി തരംതിരിക്കാം. ഒന്നാമത്തേത് എന്താണ്? അൽ മസ്മൂമ. മസ്മൂമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുകൊണ്ടുള്ള ഉദ്ദേശം, നമ്മളൊരു കാര്യം ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്തുണ്ടാകും? ആനന്ദമുണ്ടാകും. പക്ഷേ അത് ചെയ്തു കഴിഞ്ഞാൽ പിന്നീട് കാലാകാലത്തെ സങ്കടവും വിഷമവുമായിരിക്കും. ആ ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്തുണ്ടാകും? ആനന്ദമുണ്ടാകും, ഒരാസ്വാദനമുണ്ടാകും. പക്ഷെ ഇത് ചെയ്തു കഴിഞ്ഞാലോ കാലാകാലം തീരാത്ത സങ്കടവും പ്രയാസവുമായിരിക്കും. ഇതിനെ നമുക്ക് എന്ത് വിശേഷിപ്പിക്കാം? അശ്ശർ. എല്ലാവിധ ഷെറുകളും ചെയ്തു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന കാര്യം ഇതാണ്. ആ ചെയ്യുന്ന സമയത്ത് നമുക്കൊരാനന്ദം ഉണ്ടാകും. ഉദാഹരണത്തിന് മദ്യപാനം ചെയ്യുന്ന സമയത്ത് എന്താണ്? ആനന്ദമുണ്ട്. അതുകൊണ്ടാണല്ലോ ഇതെല്ലാവരും ചെയ്യുന്നത്. പക്ഷെ ചെയ്തു കഴിഞ്ഞാലോ ഇത് വേണ്ടിയിരുന്നില്ല എന്ന് ചിന്തിക്കും. അതുകൊണ്ടാണ് ചില ആളുകൾ, ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് അദ്ദേഹം ഒക്കെ പറഞ്ഞതായി കാണാം, ചില ആളുകൾ ഒരു രസത്തിന് വേണ്ടി എന്ത് ചെയ്തു? കള്ളു കുടിച്ചു. പിന്നീടുള്ള ഓരോ കോപ്പകളും കുടിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? എനിക്കിത് നിർത്തണമെന്ന് ആലോചിച്ചുകൊണ്ടാണ് എന്ന് ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറഞ്ഞതായി കാണാം. അവർക്കത് മടുത്തിട്ടുണ്ട്, ഇതെനിക്ക് വേണ്ടാന്നുണ്ട്. പക്ഷെ എന്തുകൊണ്ടാണ് ഇത് ചെയ്യുന്നത്? അവർക്ക് തന്നെ അറിയില്ല എന്തിനാണ് ചെയ്യുന്നത് എന്നുള്ളത്. ഇതാണ് ഒന്നാമത്തെ. ഇതിനെയാണ് ശർ എന്ന് വിശേഷിപ്പിക്കാൻ സാധിക്കുക ഈ പറഞ്ഞ രൂപത്തിൽ. അതിന് ഉദാഹരണമായി റബ്ബ് സുബ്ഹാനഹു വ തആല പറയുകയാണ്, വമൻ അഅറള അൻ ദിക്രി ഫഇന്ന ലഹു മഈശതൻ വൻക. ആരാണോ എന്റെ ദിക്റിൽ നിന്ന് തിരിഞ്ഞു കളയുന്നത് അവന്റെ ജീവിതം ഇടുങ്ങിയതായിരിക്കും. വനഹ്ശുറുഹു യൗമൽ ഖിയാമത്തി അമ. നാളെ ഖിയാമത്ത് നാളിൽ അവരെ ഏത് രൂപത്തിലായിരിക്കും ഒരുമിച്ച് കൂട്ടുക? അന്ധന്മാരായ നിലയിലായിരിക്കും എന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല പറയുകയാണ്. ഇതാണ് ഒന്നാമത്തെ വിഭാഗം ആളുകൾ. എങ്ങനെയുള്ള ആളുകളാണ്? അല്ലെങ്കിൽ ഏത് രൂപത്തിലാണ്? ഒരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ ആ സമയത്ത് ആനന്ദമുണ്ടാകും, പക്ഷെ അത് ചെയ്തതിന് ശേഷം തീരാ ദുഃഖവും സങ്കടവും. ഇനി രണ്ടാമത്തെ ഇനവും, അഥവാ ആനന്ദം അതിന്റെ ഫലം പരിഗണിച്ചുകൊണ്ട് ഏത് രൂപത്തിലാണ്? നമ്മളത് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ലഭിക്കും? ആനന്ദം കണ്ടെത്താൻ സാധിക്കും. ഒരു പ്രവൃത്തി ചെയ്തു കഴിഞ്ഞാൽ ആനന്ദം കണ്ടെത്താൻ സാധിക്കും. അതുപോലെ തന്നെ നമ്മളിൽ നിന്ന് തിന്മകളെ തടയുകയും ചെയ്യും. ഇതെന്താണ്? നന്മ ചെയ്യുക എന്നുള്ളതാണ്. നന്മ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ആനന്ദം കണ്ടെത്താൻ സാധിക്കും, നമ്മളിൽ നിന്ന് തിന്മകളെ തടയിടുകയും ചെയ്യും. ഏതാണ് അതിനുള്ള തെളിവ്? മൻ അമില സാലിഹൻ മിൻ ദക്കരിൻ ഔ ഉൻസ വഹുവ മുഅ്മിൻ. നമ്മൾ നേരത്തെ ഓതി വെച്ച ആയത്ത്. നിങ്ങളുടെ കൂട്ടത്തിൽ മുഅ്മിനായിക്കൊണ്ട് ആരാണോ സൽപ്രവൃത്തി ചെയ്യുന്നത് അവർക്ക് നല്ല വിശാലതയുള്ള ജീവിതമുണ്ട് എന്ന് അല്ലാഹു പറയുകയാണ്. അപ്പോ സൽപ്രവൃത്തി ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ആനന്ദം കണ്ടെത്താൻ സാധിക്കും, നമ്മളിൽ നിന്ന് സങ്കടവും ദുഃഖവും ഇല്ലാതാവുകയും ചെയ്യും. ഈ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കിയാൽ സഹോദരങ്ങളെ, നമുക്ക് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് എങ്ങനെയാണ് ഈ പറഞ്ഞ, നമ്മൾ ആദ്യം പറഞ്ഞു വെച്ച പ്രയാസങ്ങളിലും ആനന്ദകരമായ ജീവിതം നയിക്കാൻ സാധിച്ചത് എന്നുള്ളത് മനസ്സിലാകും. ഒരു ഭാഗത്ത് പ്രയാസങ്ങൾ ഇങ്ങനെ ഉണ്ട് എങ്കിലും റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പറ്റി സഹാബത്ത് പറഞ്ഞതായി കാണാം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണുന്ന നേരത്തൊക്കെ പുഞ്ചിരിച്ച അവസ്ഥയിലല്ലാതെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഞാൻ കണ്ടിട്ടില്ല എന്ന് സഹാബത്ത് പറഞ്ഞതായി കാണാം. സഹോദരങ്ങളെ, ഈ രൂപത്തിൽ ജീവിച്ചപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഏതവസ്ഥയിലായി? റസൂൽ പറയുകയാണ്, അമാ ഇന്നി അത്ഖാകും ലില്ലാഹി വഅഖ്ശാകും ലഹ്. അല്ലാഹുവിനെ ഏറ്റവും നല്ല രൂപത്തിൽ ഭയപ്പെടുന്നതും അവനിൽ തഖ്വയുള്ളവനും ഞാനാണ് നിങ്ങളുടെ കൂട്ടത്തിൽ എന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് പറഞ്ഞതായി നമുക്ക് കാണാൻ സാധിക്കും. രണ്ട് കാര്യങ്ങൾ പറഞ്ഞു. ഇനി മൂന്നാമത്തേതാണ് ഇൻഷാ അല്ലാഹ്. നമ്മൾ പറഞ്ഞു വന്നത് ഒന്നാമത്തേത് ചെയ്തു കഴിഞ്ഞാൽ ആനന്ദം കണ്ടെത്തുന്നത്, ചെയ്തു കഴിഞ്ഞാലോ പ്രയാസമുണ്ടാകുന്നത്. രണ്ടാമത് പറഞ്ഞത് ചെയ്താലും ആനന്ദം, അതിനുശേഷവും ആനന്ദം കണ്ടെത്താൻ സാധിക്കുന്നത്, നന്മ. ഇനി മൂന്നാമത്തെ ഇനം ഏതാണ്? ഉപകാരമോ ഉപദ്രവമോ തരാത്ത കാര്യം. അല്ല എങ്കിൽ നമ്മളത് ചെയ്യുമ്പോൾ ഒരു ചെറിയ ആനന്ദം കണ്ടെത്താൻ സാധിക്കും, പക്ഷേ നമ്മളിൽ നിന്ന് എന്ത് പോവുകയില്ല? ദുഃഖമോ പ്രയാസമോ ഇല്ലാതാവുകയില്ല. ഉദാഹരണത്തിന് എടുക്കുകയാണെങ്കിൽ ഭക്ഷണം കഴിക്കൽ. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്തുണ്ടാകും? ആ സമയത്ത് ഒരു മനസ്സമാധാനം ഉണ്ടാകും. പക്ഷെ നമുക്കുണ്ടാകുന്ന പ്രയാസവും പ്രശ്നങ്ങളും അതില്ലാതെയായി പോകും ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ. ഇല്ല. ഇതാണ് മൂന്നാമത്തെ ഇനം. ഇനി സഹോദരങ്ങളെ, നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇതിലേത് കാര്യം കണ്ടെത്താനാണ് ആളുകൾ കൂടുതൽ പരിശ്രമിക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ഇതിലാദ്യത്തേതും അവസാനത്തേതുമാണ് ഭൂരിഭാഗം ആളുകളും എന്ത് ചെയ്യുന്നത്? കണ്ടെത്താൻ സാധിക്കുന്നത്, അല്ലെങ്കിൽ അതിനുവേണ്ടി പരിശ്രമിക്കുന്നത് എന്നുള്ളതാണ്.
ഇനി സഹോദരങ്ങളെ, എന്തുകൊണ്ടാണ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം? ചില ആളുകളെങ്കിലും ചിന്തിച്ചേക്കാം, എല്ലാം ഉടമപ്പെടുത്തിയിട്ടും ആളുകൾ ആത്മഹത്യ ചെയ്യാനുള്ള കാരണം. നമ്മൾ ചിന്തിച്ചു നോക്കുക. ഇപ്പൊ നമ്മുടെ നാട് തന്നെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ എത്ര സെലിബ്രിറ്റികളും അതുപോലെ തന്നെ സമൂഹത്തിൽ അറിയപ്പെട്ട ആളുകളും ഇതെല്ലാം ലഭിച്ചിട്ടും ആത്മഹത്യ ചെയ്യാനുള്ള കാരണം എന്താണ് എന്നുള്ളതാണ്. എന്താണ് കാരണം? ഈ ആളുകളെ നോക്കി ശൈത്താൻ എന്ത് ചെയ്യാണ്? ചിരിക്കുകയാണ്. ഒരു ഉദാഹരണം പറയാം. നമുക്ക് എല്ലാവർക്കും അറിയുന്ന കഥയാണ് മസീഹ് ദജ്ജാൽ. അവസാനം എന്ത് ചെയ്യും? അവൻ വന്നു കഴിഞ്ഞാൽ അവന്റെ കയ്യിൽ നരകവും സ്വർഗവും ഉണ്ടാകും. അവന്റെ കയ്യിൽ നരകവും സ്വർഗവും ഉണ്ടാകും. അവന്റെ കയ്യിലുള്ള നരകമാണ് എന്ത് യഥാർത്ഥത്തിൽ സ്വർഗം എന്നുള്ളത്. അതുപോലെ തന്നെ അവന്റെ കയ്യിലുള്ള സ്വർഗമാണ് യഥാർത്ഥത്തിൽ നരകം എന്നുള്ളത്. യഥാർത്ഥത്തിൽ ശൈത്താൻ ഇതാണ് ഇങ്ങനെയുള്ള ആളുകളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത്. എന്താണത്? അഥവാ നന്മകളെ അവൻ എന്ത് ചെയ്യുകയാണ്? ആളുകൾക്ക് മുന്നിൽ നരകം പോലെ ആക്കി തീർക്കുകയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കുക. ഒരാൾ നല്ല രൂപത്തിൽ പക്വതയോടുകൂടി കാര്യങ്ങൾ ചെയ്ത് നടക്കുകയാണ്. അവന്റെ കുടുംബത്തിലെ കാര്യം, ഒരു ചെറുപ്പക്കാരൻ അവന്റെ കുടുംബത്തിലെ കാര്യങ്ങളും അതുപോലുള്ള അവന്റെ ഉമ്മയെ നോക്കുന്ന വിഷയമായാലും ഒക്കെ അവൻ കൃത്യമായി കാര്യങ്ങൾ ചെയ്യുമ്പോൾ ആളുകൾ അവനെ നോക്കി എന്ത് ചെയ്യാണ്? ഇത്ര ചെറുപ്പത്തിലെ നീ വലിയ ആളുകളെ പോലെ പെരുമാറുകയാണോ എന്ന് പരിഹസിക്കുന്ന ആളുകളുണ്ട്. അത് പുതിയ ജനറേഷന് പറഞ്ഞാൽ മനസ്സിലാകും. തന്ത വൈബ് എന്ന് വിളിച്ച് കളിയാക്കുന്ന ആളുകളുണ്ട്. തന്ത വൈബ് എന്നാണ് അവർ പറയുന്നത്. അഥവാ ഒരു കുടുംബത്തിന്റെ കാര്യങ്ങൾ അത് യഥാവണ്ണം അവൻ നോക്കി നടക്കുകയാണെങ്കിൽ അവരെന്ത് ചെയ്യാണ്? അയ്യേ, നീ ഈ രൂപത്തിലാണ് നടക്കുന്നത്, നീ ചെറുപ്പക്കാരനല്ലേ എന്ന് പറഞ്ഞ് പരിഹസിക്കുന്ന ആളുകൾ. അതല്ല എങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഏത് കാര്യങ്ങളും നമ്മൾ എടുത്തു നോക്കുക. ഇപ്പൊ ഒരാൾ പറയാണ് പുരുഷന്മാർ പുരുഷന്മാരായി നടക്കണം എന്നൊരാൾ പറഞ്ഞു കഴിഞ്ഞാൽ ആളുകൾ എന്ത് ചെയ്യും? ഇതെല്ലാം 6-ാം നൂറ്റാണ്ടിലെ അഭിപ്രായമല്ലേ, അല്ലെങ്കിൽ ചിന്തയല്ലേ എന്ന് പറയുന്ന ആളുകളുണ്ട്. അല്ലെങ്കിൽ സ്ത്രീകൾക്ക് ഇന്ന കാര്യങ്ങളാണ് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും അവർ പറയുന്ന കാര്യം എന്താണ്? ഇതൊക്കെ കാലം മാറി, നമ്മളിപ്പോ 2026-ലാണുള്ളത്, നീ പണ്ട് 1400 വർഷങ്ങൾക്ക് മുന്നേ ഉള്ള കാര്യമാണോ പറയുന്നത് എന്ന രൂപത്തിൽ മസീഹ് ദജ്ജാൽ എങ്ങനെയാണോ നരകം അല്ലെങ്കിൽ സ്വർഗത്തെ നരകമായി നേരെ ഓപ്പോസിറ്റ് കാണിക്കുന്നത്, ഇതുപോലെയാണ് നന്മകൾ ഒരാൾ ചെയ്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യാണ്? ഈ രൂപത്തിൽ കാര്യങ്ങളെ മാറ്റിമറിക്കുകയാണ്. എന്നാൽ സഹോദരങ്ങളെ, അവരെന്ത് ചെയ്യാണ്? ഇതിൽ അകപ്പെട്ടുകൊണ്ട് എന്ത് ചെയ്യാണ്? നശിച്ചു പോവുകയാണ്. കാരണം ഇങ്ങനെ ഓരോന്നിലും രക്ഷപ്പെടാൻ നോക്കുമ്പോൾ ശൈത്താൻ എന്ത് ചെയ്യാണ്? അവരുടെ അടുത്ത് പോയിക്കൊണ്ട് പറയാണ്, കഴിഞ്ഞിട്ടില്ല, ഇനിയുമുണ്ട്, നിനക്ക് മനസ്സമാധാനം കണ്ടെത്താൻ അടുത്ത തിന്മയുണ്ട്, നീ നന്മ ഒരിക്കലും ചെയ്യരുത്, എന്ത് ചെയ്യണം? അടുത്ത തിന്മയിലേക്ക് പോവുക, അടുത്ത തിന്മയിലേക്ക് പോവുക എന്ന് പറഞ്ഞ് അവരെന്ത് ചെയ്യാണ്? ഈ തിന്മയിൽ മുക്കിക്കളയുകയാണ്. അങ്ങനെ സഹോദരങ്ങളെ, അവസാനം ഇത് ചെയ്ത് ഈ തിന്മ ചെയ്ത് 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 അവരെന്ത് ചെയ്യാണ്? മടുത്ത അവസാനം ആത്മഹത്യ ചെയ്യുന്ന അവസ്ഥയിലേക്കാണ് പോകുന്നത്. ഇതാണ് ഇതിനുള്ള യഥാർത്ഥ കാരണം എന്നുള്ളത്. അതോ ഇത്രയും സമ്പത്തും ഇത്രയും എല്ലാം ലഭിച്ചിട്ടും ഇങ്ങനെയുള്ള ആളുകൾ ആത്മഹത്യ ചെയ്യാനുള്ള കാരണം ഇതാണ് എന്നുള്ളതാണ് സഹോദരങ്ങളെ. എന്നാൽ അള്ളാഹുവിനെ അനുസരിക്കുന്ന, ഒരു താടി നീട്ടി വളർത്തുന്ന, നിസ്കരിക്കുന്ന, നോമ്പെടുക്കുന്ന ഇതുപോലുള്ള പ്രവർത്തികൾ ചെയ്യുന്ന ആളുകളെ നോക്കി ശൈത്താൻ എന്ത് ചെയ്യാണ്? ഇത് നരകം പോലെയാണെന്ന് തോന്നിക്കുകയാണ്. അവരെ നോക്കിയിട്ട് എന്താണ്? ഇങ്ങനെ നടന്നു കഴിഞ്ഞാൽ നിനക്ക് പലതും ദുനിയാവിൽ ലഭിക്കുകയില്ല എന്ന് തോന്നലുകൾ ഇട്ടുകൊടുക്കാണ്. ഇത് തന്നെയാണ് നമ്മുടെ കുടുംബത്തിൽ പല ആളുകളും അവരോട് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ മറുപടി, നീ പറയുന്നത് ശരി തന്നെ, പക്ഷെ ഞാനിങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അവരെന്ത് കരുതും എന്ന് പറയുന്ന ആളുകൾ. അതല്ല എങ്കിൽ ഞാൻ ഈ രൂപത്തിൽ നടന്നു കഴിഞ്ഞാൽ എന്റെ സുഹൃത്തുക്കളെ എനിക്ക് നഷ്ടമാകും എന്ന് ശൈത്താൻ എന്ത് ചെയ്യാണ്? മനസ്സിൽ ഇങ്ങനെയുള്ള വസ്വാസുകൾ ഇട്ടുകൊടുക്കുകയാണ്. പക്ഷെ സഹോദരങ്ങളെ, ഈ രൂപത്തിൽ അള്ളാഹുവിനെ അനുസരിച്ച് ജീവിക്കുന്ന ആളുകൾ ഏത് രൂപത്തിലാണ് യഥാർത്ഥത്തിൽ ജീവിക്കുന്നത്? ദുനിയാവിലെ സ്വർഗത്തിലാണ്, ദുനിയാവിലെ സ്വർഗത്തിലാണ്. അതുകൊണ്ടാണ് ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് അദ്ദേഹത്തിനെ പോലെയുള്ള ആളുകൾ പറഞ്ഞത്, ഇന്ന ഫി ദുനിയ ജന്ന, തീർച്ചയായും ദുനിയാവിൽ എന്തുണ്ട്? സ്വർഗമുണ്ട്. മല്ലം യദ്ഖുൽഹാ ലം യദ്ഖുൽ ജന്നത്തൽ ആഖിറ, ആരാണോ ദുനിയാവിലെ ആ സ്വർഗത്തിൽ പ്രവേശിക്കാത്തത് അവൻ ആഖിറത്തിലെ സ്വർഗത്തിൽ പ്രവേശിക്കാൻ സാധിക്കുകയില്ല എന്ന് പറഞ്ഞതായി കാണാം. എന്താണ് സഹോദരങ്ങളെ ഈ സ്വർഗം? അള്ളാഹുവിനുള്ള ആരാധനയും അനുസരണയുമാണ് എന്ന് പണ്ഡിതന്മാർ പറഞ്ഞതായി കാണാം. പക്ഷെ ശൈത്താൻ ആളുകൾക്ക് മുന്നിൽ എന്ത് ചെയ്യുകയാണ്? അത് നരകമാണ് എന്ന് തോന്നിപ്പിച്ചുകൊണ്ട് അവരെ ആ തിന്മകളിൽ വിട്ടുകളയുകയാണ്. അതുകൊണ്ടാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഹുഫ്ഫത്തിൻ നാറു ബിശ്ശഹവാത്ത് വഹുഫ്ഫത്തുൽ ജന്നത്തു ബിൽ മകാരിഹ്,
നരകം മൂടപ്പെട്ടത് എന്തുകൊണ്ടാണ്? നമ്മുടെ ദേഹേച്ഛയായ കാര്യങ്ങൾ കൊണ്ടാണ്. നരകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നരകം മൂടപ്പെട്ടിരിക്കുന്നത്. സ്വർഗമോ നമുക്ക് മക്കാരിഹുകൾ, കറാഹത്തുണ്ടാകുന്ന കാര്യങ്ങൾ കൊണ്ടാണ് നരകത്തെ മൂടപ്പെട്ടിരിക്കുന്നത്. കാരണം എന്താണ്? നമുക്ക് ഈ സൽക്കർമ്മങ്ങൾ ചെയ്യുമ്പോൾ, അതല്ല എങ്കിൽ ഈ രൂപത്തിൽ വല്ലതും ചെയ്യുമ്പോൾ നമുക്ക് സമയം എന്തുണ്ടാകുന്നുണ്ട്? നഷ്ടപ്പെടുന്നുണ്ട്. അതുപോലുള്ള കാര്യം, അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യം ഒഴിവാക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ തോന്നലുകളാണ്, അതല്ലാതെ ആ നന്മക്കുള്ള പോരായ്മയല്ല. നമ്മുടെ തോന്നലുകൾ എന്താണ്? ഇപ്പൊ ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ സുബൈക്ക് ആ നേരത്തെ എഴുന്നേറ്റ് പള്ളിയിലേക്ക് പോവുക എന്ന് പറയുമ്പോൾ എന്താണ്? ഒരു പ്രയാസമുള്ള കാര്യം തന്നെയാണ്. അതുപോലെ തന്നെ നോമ്പ് എടുക്കുമ്പോൾ പല ഭക്ഷണങ്ങളും പാനീയങ്ങളും ഒഴിവാക്കണം എന്നുള്ളത് നമ്മുടെ ചിന്തയാണ്. പക്ഷെ അത് ചെയ്തു കഴിഞ്ഞാലോ യഥാർത്ഥ ആനന്ദമാണ്. ഇതുപോലെ തന്നെയാണ് രാത്രി നിസ്കാരവും. രാത്രി നിസ്കാരം എന്ന് പറയുമ്പോൾ ആ നേരത്തെ എഴുന്നേറ്റ് നിസ്കരിക്കുക എന്ന് ചിന്തിക്കുമ്പോഴെന്താണ്? ഒരു പ്രയാസം പോലെയാണ്, ഒരു മക്കാര്, ഒരു വെറുപ്പ് നമുക്ക് തോന്നും. പക്ഷേ അതിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാലോ അൽഹംദുലില്ലാഹ് നമുക്ക് ലഭിക്കുന്ന ആനന്ദം പറഞ്ഞറിയിക്കാൻ സാധിക്കാത്തതാണ്. ഇനി സഹോദരങ്ങളെ, ഇങ്ങനെ ഈ പറഞ്ഞു, ഇനി നമുക്കിത് ലഭിക്കാൻ ചില അടിസ്ഥാന തത്വങ്ങൾ, ആനന്ദം കണ്ടെത്താനും സൗഭാഗ്യ ജീവിതം നയിക്കാനും ചില അടിസ്ഥാന തത്വങ്ങൾ നമുക്ക് മനസ്സിലാക്കാം. അതുകൂടി പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം. ഒന്നാമത്തെ കാര്യം എന്താണ്? സഅദത്തുൻ തശാറുഖിയ. എന്താണ് ഈ ആനന്ദം? നമുക്ക് എങ്ങനെയാണ് ലഭിക്കുക? ഇപ്പൊ ഉദാഹരണത്തിന് ഒരു കുപ്പിയിലുള്ള അത്തർ, അതെപ്പോഴാണ് നമുക്ക് ഉപകാരപ്പെടുക? അത് ആ കുപ്പിയിൽ തന്നെ ഇരുന്നാലാണോ, അതെടുത്ത് ഉപയോഗിച്ചു കഴിഞ്ഞാലാണോ? അതെടുത്ത് ഉപയോഗിച്ചു കഴിഞ്ഞാലാണ്. ഇതുപോലെയാണ് സഹോദരങ്ങളെ, ആദം അലൈഹിസ്സലാത്തു വസ്സലാമിനെ അള്ളാഹു പടച്ചപ്പോൾ അവർക്ക് ഏകാന്തത ഉണ്ടായി. അതുകൊണ്ട് തന്നെ ആരെയും പടച്ചു? ഹവ്വാ ബീവിയെ പടച്ചു. ഇതുപോലെയാണ് പ്രിയപ്പെട്ടവരെ കാര്യം. അഥവാ ഈ കാര്യം നമ്മൾ എന്ത് ചെയ്യുക? മനസ്സിൽ കുറിച്ചു വെക്കുക. അസ്അദുന്നാസി മൻ അസ്അദന്നാസ്. ജനങ്ങളിൽ ഏറ്റവും കൂടുതൽ ആനന്ദം കണ്ടെത്താൻ സാധിക്കുന്ന ആളുകൾ ആരാണ്? മൻ അസ്അദന്നാസ്. മറ്റുള്ള ആളുകളെ ആനന്ദവും അതുപോലെ സഹായിക്കുകയും ചെയ്യുന്ന ആളുകൾക്കാണ്. ഇവിടെ പറഞ്ഞ കാര്യം എന്താണ്? അള്ളാഹു സുബ്ഹാനഹു വ തആല ആദം അലൈഹിസ്സലാത്തു വസ്സലാമിനെ മാത്രം പടച്ചില്ല, മറിച്ച് ഹവ്വാ ബീവിയെ പടച്ചുകൊണ്ട് അവർ ഇരുവരും തമ്മിൽ എന്ത് ചെയ്യാണ്? പരസ്പരം സഹകരിച്ചും അതുപോലുള്ള കാര്യങ്ങളും ചെയ്തുകൊണ്ട് എന്ത് ചെയ്യാണ്? ആനന്ദത്തിലാവുകയാണ്, നന്മകൾ ചെയ്തുകൊണ്ട്. ഇതുപോലെയാണ് സഹോദരങ്ങളെ, നമ്മുടെ കൂടെ ജീവിക്കുന്ന ആളുകൾക്ക് നമ്മൾ എന്ത് ചെയ്യുക? നന്മ ചെയ്തു കൊടുക്കുക. അതുകൊണ്ടാണ് ഷെയ്ഖ് ഇവിടെ പറഞ്ഞത്, മൻ ജബറ ജുബിർ. ആരാണോ ഒരാളുടെ പ്രയാസം മാറ്റി കൊടുക്കുന്നത് അവന്റെ പ്രയാസങ്ങൾ മാറും. അതുപോലെ തന്നെ മൻ അസ്അദ ഉസ്ഇദ്. ആരാണോ മറ്റുള്ള ആളുകൾക്ക് ആനന്ദം കണ്ടെത്താനുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നത് അവനും ആനന്ദത്തിലായിരിക്കും. അതുപോലെ തന്നെ മൻ അക്റമ ഉക്രിം. ആരാണോ മറ്റുള്ള ആളുകളെ ആദരിക്കുന്നത് അവനെ എന്ത് ചെയ്യും? മറ്റുള്ള ആളുകൾ ആദരിക്കും. അതുപോലെ തന്നെ മൻ ആന ഉഈൻ. ആരാണോ മറ്റുള്ള ആളുകളെ സഹായിക്കുന്നത് ഇവനെന്ത് ചെയ്യാൻ സാധിക്കും? സഹായിക്കപ്പെടും. അതുകൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, ആരാണോ അള്ളാഹുവിന് നല്ല കടം നൽകുന്നത് അള്ളാഹു സുബ്ഹാനഹു വ തആല തിരിച്ചെന്ത് നൽകും? ഇരട്ടിയായി അവന് പ്രതിഫലം നൽകുമെന്ന് പറയുന്നത് നമുക്ക് കാണാൻ സാധിക്കുക. അതുപോലെ തന്നെ ധാരാളം തെളിവുകൾ നമുക്ക് ഈ രൂപത്തിൽ കാണാൻ സാധിക്കും. മറ്റുള്ള ആളുകളെ നമ്മൾ പരിഗണിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്തുണ്ടാകും എന്നുള്ളത്? ആനന്ദവും സൗഭാഗ്യവും ഉണ്ടാകും. ഒരു ഹദീസ് നോക്കൂ, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, മൻ സതറ മുസ്ലിമൻ സതറഹുല്ലാഹ്. ആരാണോ ഒരു മുസ്ലിമിന്റെ ന്യൂനത മറച്ചു വെക്കുന്നത് അവന്റെ ന്യൂനത ആര് മറച്ചു വെക്കും? അള്ളാഹു മറച്ചു വെക്കും. എന്നിട്ട് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, വല്ലാഹു ഫീ ഔനിൽ അബ്ദി മാ കാനൽ അബ്ദു ഫീ ഔനി അഖീ. അള്ളാഹു ഒരാളെ സഹായിച്ചു കൊണ്ടേയിരിക്കും, ആ സഹായിക്കപ്പെടുന്ന വ്യക്തി അവന്റെ സഹോദരനെ സഹായിക്കുന്ന കാലത്തോളം. അപ്പൊ ഇങ്ങനെ നമ്മൾ മറ്റുള്ള ആളുകൾക്ക് എന്ത് ചെയ്യുക? സമാധാനം കണ്ടെത്താൻ പറ്റുന്ന കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക, അവരെ സഹായിക്കുക, അവരുടെ കാര്യങ്ങളിൽ നമ്മൾ ഇടപഴകുക എന്നുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് എന്തുണ്ടാകും? സമാധാനം കണ്ടെത്താൻ സാധിക്കും. ആളുകൾക്ക് സാധിക്കുന്ന രൂപത്തിൽ നന്മ ചെയ്യാനും അതുപോലെ തന്നെ അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കാനും അതിയായി പരിശ്രമിക്കുക എന്നുള്ളതാണ്. ഇനി സഹോദരങ്ങളെ, രണ്ടാമത്തെ കാര്യം എന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ട തത്വം എന്നുള്ളത്? ആദ്യം നമ്മൾ പറഞ്ഞു വെച്ച കാര്യമാണ്. ഒരിക്കലും നമ്മുടെ ജീവിതത്തിൽ പ്രശ്നമില്ലാതെ ഇരിക്കുക എന്നതല്ല യഥാർത്ഥ സൗഭാഗ്യം. ഈ ഒരു കാര്യം നമ്മൾ എന്ത് ചെയ്യുക? മനസ്സിൽ കുറിച്ചു വെക്കുക. ഈ ഒരു കാര്യവും മനസ്സിൽ കുറിച്ചു വെച്ചു കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് എന്തുണ്ടാവുകയില്ല?
പ്രയാസം ഉണ്ടാവുകയില്ല. കാരണം നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ മനസ്സിൽ ഉറപ്പിക്കുക അള്ളാഹു പറഞ്ഞ കാര്യം. മനുഷ്യന്മാരെ പടച്ചത് സഹിക്കാൻ, പല പ്രയാസങ്ങളും വരുമ്പോൾ സഹിക്കേണ്ട രൂപത്തിലാണ് എന്ന കാര്യം നമ്മൾ എന്ത് ചെയ്യുക, മനസ്സിൽ ഉറപ്പിച്ചു വെക്കുക. മൂന്നാമത്തെ അടിസ്ഥാന സഹോദരങ്ങൾ, അതുകൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, നമുക്ക് മനസ്സമാധാനവും സൗഭാഗ്യം കണ്ടെത്താൻ ഏറ്റവും ഉപകരിക്കുന്ന കാര്യം അള്ളാഹുവിന്റെ വിധിയിലും അതുപോലെ തന്നെ അള്ളാഹുവിന്റെ ഇറാദത്തിലുമുള്ള വിശ്വാസമാണ്. നമുക്ക് ലഭിച്ച കാര്യങ്ങളെല്ലാം ലഭിക്കാനുള്ളതാണ്. നമുക്ക് ലഭിക്കാതെ പോയ കാര്യങ്ങൾ ഏതൊക്കെയുണ്ടോ അതൊന്നും നമുക്ക് ലഭിക്കാനുള്ളതല്ല എന്നുള്ളത് ഒരുവൻ അവന്റെ മനസ്സിൽ ഉറപ്പിച്ചു കഴിഞ്ഞാൽ പിന്നീട് അവന് പ്രയാസപ്പെടേണ്ടി വരികയില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഏത് പ്രയാസങ്ങൾ ഉണ്ടായി കഴിഞ്ഞാലും നമ്മൾ ആലോചിക്കേണ്ട കാര്യം എന്താണ്? ഇത് റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മളെ പടക്കുന്നതിന് മുന്നേ അവൻ രേഖപ്പെടുത്തിയ കാര്യമാണ് എന്നുള്ളതാണ്. അതുപോലെ തന്നെയാണ് കാര്യങ്ങൾ. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, വമൻ യുഅ്മിൻ ബില്ലാഹി യഹ്ദി ഖൽബഹ. ആരാണോ അല്ലാഹുവിൽ വിശ്വസിക്കുന്നത് അവന്റെ ഹൃദയം ഹിദായത്തിലാകും എന്ന ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് അൽഖമ റഹിമഹുല്ലാ അദ്ദേഹം പറഞ്ഞതായി കാണാം. എങ്ങനെയുള്ളയാളാണത്? ഹുവർ റജുലു തുസീബുഹുൽ മുസീബ. ഒരു വ്യക്തി, അദ്ദേഹത്തിന് എന്തുണ്ടായി? ഒരു പ്രയാസമുണ്ടായി. ഫയഅലമു അന്നഹാ മിൻ ഇൻദില്ലാഹി ഫയർളാ വയുസല്ലിം. അവൻ വിശ്വസിക്കുന്നത് എന്താണ്? ഇത് റബ്ബിൽ നിന്നുള്ളതാണ്, എനിക്ക് ബാധിച്ച ഈ പ്രയാസം റബ്ബിൽ നിന്നുള്ളതാണ്. എന്നിട്ട് എന്ത് ചെയ്യുകയാണ്? തൃപ്തിപ്പെടുകയാണ്, അതിൽ കീഴൊതുങ്ങുകയാണ്. ഇങ്ങനെ ഉണ്ടായിക്കഴിഞ്ഞാൽ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതം മനസ്സമാധാനത്തിലായിരിക്കും. അതുകൊണ്ടാണ് മുൻഗാമികളിൽപ്പെട്ട ഒരു ഷെയ്ഖ്, അദ്ദേഹത്തിന്റെ നാട്ടിൽ തൗഹീദിന് വേണ്ടി നന്നായി പണിയെടുത്തിരുന്നു. തൗഹീദിന്റെ വിഷയത്തിൽ തൗഹീദിലേക്ക് ക്ഷണിക്കാൻ വേണ്ടി ആളുകളെ നന്നായി ദഅവത്ത് ചെയ്തിരുന്ന വ്യക്തിയായിരുന്നു. അദ്ദേഹത്തിന്റെ മകനെ ഈ ശത്രുക്കളുടെ കയ്യിലേക്ക് ലഭിക്കുകയാണ്. ഈ ശത്രുക്കളുടെ കയ്യിൽ ലഭിച്ചപ്പോൾ ഇദ്ദേഹത്തിലേക്ക് ഒരു കത്ത് വന്നു. എന്താണത്? നിങ്ങളുടെ മകൻ നമ്മുടെ അടുത്താണുള്ളത്, നിങ്ങളുടെ മകൻ നമ്മുടെ അടുത്താണുള്ളത്. നീ നിന്റെ ഈ ദഅവത്ത് നിർത്തിയില്ല എങ്കിൽ ഞാൻ നിന്റെ ഈ മകനെ കൊന്നുകളയും എന്നൊരു കത്ത് ആർക്ക് വരികയാണ്? ഈ ഷെയ്ഖിന് വരികയാണ്. നമ്മൾ ആലോചിച്ച് നോക്കുക, നമ്മളുടെ സാഹചര്യം ഈ രൂപത്തിലാണ് എങ്കിൽ, അതല്ല എങ്കിൽ നമുക്കാണ് ഈ അവസ്ഥ വന്നത് എങ്കിൽ നമ്മൾ എന്തായിരിക്കും ചെയ്യുക? ആ മോനെ വിട്ട് തന്നേക്ക്, ഞാൻ എന്റെ ദഅവത്ത് നിർത്താമെന്നല്ല പറയുക. പക്ഷെ ആ ഷെയ്ഖ് പറഞ്ഞൊരു കാര്യമുണ്ട്, നീ അവനെ കൊന്നില്ല എങ്കിലും എന്റെ മോൻ മരിക്കാനുള്ളതാണ് എന്ന്. സുബ്ഹാനല്ലാഹ്, എന്താണ് വാക്ക്? നീ അവനെ കൊന്നിട്ടില്ല എങ്കിലും, ഇനി നീ കൊന്നാലും അവൻ മരിക്കാനുള്ളതാണ് എന്ന ആ ഷെയ്ഖിന്റെ വാക്കാണത്. എന്തുകൊണ്ടാണ് ആ രൂപത്തിൽ സംസാരിക്കാൻ സാധിക്കുന്നത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുത്തെ പിതൃവ്യപുത്രനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന് കൊച്ചുകുട്ടിയായിരിക്കെ പഠിപ്പിച്ചു കൊടുത്ത ചില വാചകങ്ങളുണ്ട്. വഅലം അന്നൽ ഉമ്മത ലൗ ഇജ്തമഅത് അലാ അൻ യൻഫഉക ബിശൈഇൻ ലം യൻഫഉക ഇല്ലാ ബിശൈഇൻ ഖദ് കതബഹു അല്ലാഹു അലൈക. എന്താണ്? ഭൂമുഖത്തുള്ള എല്ലാ ആളുകളും നിനക്ക് നന്മ ചെയ്യാൻ അവർ ഒരുമിച്ച് കൂടി കഴിഞ്ഞാലും അവരൊരാൾക്കും നിനക്ക് നന്മ ചെയ്തു തരാൻ സാധിക്കുകയില്ല, അള്ളാഹു എന്താണോ ഉദ്ദേശിച്ചത് അതല്ലാതെ. നേരെ തിരിച്ചു. ഇങ്ങനെ ഒരാൾ അവന്റെ മനസ്സിൽ ഈ കാര്യങ്ങൾ ഊട്ടിയുറപ്പിച്ചു കഴിഞ്ഞാൽ പിന്നീട് എങ്ങനെയാണ് അവനെ തകർക്കാൻ സാധിക്കുക? പിന്നീട് എങ്ങനെയാണ് അവന് സൗഭാഗ്യത്തിലല്ലാതെ ജീവിക്കാൻ സാധിക്കുക? ഈ ഒരു കാര്യവും പ്രിയപ്പെട്ടവരെ മൂന്നാമതായി നമ്മൾ മനസ്സിലാക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാവർക്കും ഈ ദുനിയാവിൽ ഏറ്റവും നല്ല രൂപത്തിൽ ജീവിക്കാനും നമ്മുടെ അവസാനത്തെ വാക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് അത് ഉച്ചരിച്ച് മരിക്കാനും നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഞാൻ പറഞ്ഞതിൽ വല്ല നന്മയും ഉണ്ടെങ്കിൽ അത് അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്നുള്ളതാണ്. ഞാൻ പറഞ്ഞതിൽ വല്ല തിന്മയും വന്നു പോയിട്ടുണ്ടെങ്കിൽ അത് എന്നിൽ നിന്നും ശൈത്താനിൽ നിന്നുമുള്ളതാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല പുറത്തു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വഹാദാ വല്ലാഹു തആല അലാ വഅലം വസല്ലല്ലാഹു വസല്ലമ അലാ നബിയിന മുഹമ്മദ് വഅലാ ആലിഹി വസ്ഹാബിഹി അജ്മഈൻ. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.